ഉമ്മ നഷ്ടപ്പെട്ടെങ്കിൽ ഉമ്മയുടെ വിലയറിയൂ എന്ന് നമ്മൾ പറയാറുണ്ട്. ഞാൻ ഇപ്പോഴെന്റെ ഉമ്മയെ ഓർക്കുകയാണ്. ആയിരക്കണക്കിന് ഒരു നാളുകൾ തടിച്ചുകൂടിയ സദസ്സിൽ വെച്ച് ഞാൻ എൻ്റെ ഉമ്മക്ക് ദുആ ചെയ്യാത്ത ദിവസമില്ല, എന്റെ പിതാവിന് ദുആ ചെയ്യാത്ത ദിവസമില്ല. എനിക്കത് അള്ളാഹു നൽകിയ വലിയൊരു അനുഗ്രഹമാണ്. 10,000 ഒരുമിച്ച് കൂടുന്ന സദസ്സിൽ വെച്ച് പ്രിയപ്പെട്ട ഉമ്മക്ക് ദുആ ചെയ്യാം. ഇന്നും ഇവിടെ വെച്ച് ഞാൻ ഓർക്കുകയാണ് എൻ്റെ ഉമ്മ. അതുപോലെ ഒരുപാട് ഉമ്മമാർ, എന്റെ ഉമ്മ നഷ്ടപ്പെട്ടതുപോലെ പലരുടെയും ഉമ്മമാര് ഖബറിലാണ്. ഉമ്മ പോയെങ്കിലേ ഉമ്മയുടെ വിലയൊരു, കണ്ണ് പോയെങ്കിലേ കണ്ണിന്റെ വിലയറിയെന്ന് പറഞ്ഞതുപോലെ ദൂരെ നിന്ന് വരുമ്പോൾ സിറ്റൗട്ടിലിരുന്നു കൊണ്ട് എന്റെ പ്രിയപ്പെട്ട മകൻ വരുന്നു എന്ന് പ്രതീക്ഷിച്ച് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശരീരത്തിൽ ക്രിയാറ്റിൻ കൂടി പ്രയാസപ്പെട്ട് ഓരോ ദിവസവും ഇഞ്ചക്ഷൻ ചെയ്ത് ശരീരം വേദനിച്ച് തളർന്നുകൊണ്ടിരിക്കുന്ന സമയത്തും ആ ഉമ്മയുടെ ഒരു ദുആയുണ്ടായിരുന്നു. ഉമ്മ നഷ്ടപ്പെടാന്ന് പറഞ്ഞ വലിയ പ്രയാസമാണ്. അല്ലാഹുവേ, പടച്ച തമ്പുരാനെ, ഈ സദസ്സിലിരുന്ന പലരുടെയും ഉമ്മമാരിന്നുണ്ട് റബ്ബേ, ഉപ്പമാരിന്നുണ്ട് റബ്ബേ. നീ അവർക്ക് ദീർഘായുസ് കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ, റാഹത്ത് കൊടുക്കണേ അല്ലാ. നാട്ടിലേക്കും വീട്ടിലേക്കും വന്നാൽ കാത്തു നിന്നിരുന്നൊരു സ്നേഹമുണ്ട്, ഒരു നിറദീപമുണ്ട്, ഒരു പ്രകാശമുണ്ട്. അത് നഷ്ടപ്പെട്ടു പോയാൽ നഷ്ടം തന്നെയാണ്. അതുപോലെ നമ്മളുമായി ബന്ധപ്പെട്ട പലരും ഇവിടെ ആറടി മണ്ണിലാണ്. എത്രയോ ചെറുപ്പക്കാര് മരണപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മോട് തമാശ പറഞ്ഞ പല ചെറുപ്പക്കാരും ആറടി മണ്ണിലാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളും പോകേണ്ടവരാണ് ആ മണ്ണറയിലേക്ക്. നമ്മളും കാണേണ്ടവരാണ്. പാവുകല്ല് നമ്മൾ കാണേണ്ടവരാണ്. ഒരു നാൾ നമ്മയെയും കുളിപ്പിക്കുമെന്ന ചിന്ത നമ്മളിലേക്ക് കടന്നു വരണം. പക്ഷെ എല്ലാം നഷ്ടപ്പെട്ടൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്ത് തന്നെ ഉണ്ടായാലും ചിന്തയില്ലാത്ത മനുഷ്യനായി മാറുകയാണ് നമ്മുടെ മുമ്പിൽ. ലോകത്ത് എന്തൊക്കെ പരീക്ഷണങ്ങളാണ് അല്ലാഹു തആല നൽകിയിട്ടുള്ളത്. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് ഫബശ്ശിരിസ് സാബിരീൻ الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു 5 പരീക്ഷണങ്ങളെ കുറിച്ച് നമ്മോട് പറയുന്നുണ്ട്. ആ പരീക്ഷണങ്ങൾ നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടെന്ത് മാറ്റമാണ് നമുക്കുണ്ടായത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു ഖുർആനിൽ പറഞ്ഞ 5 പരീക്ഷണങ്ങൾ എന്താണ്? നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന 5 പരീക്ഷണങ്ങൾ എന്താണ്? വലനബുലുവന്നകും, അല്ല നിങ്ങളെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. അല്ല നമ്മെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്, പേടിയിൽ നിന്ന് അല്പം നൽകിയിട്ട് അല്ല നമ്മെ പരീക്ഷിക്കുക. കൊറോണ വരാന്ന് പറഞ്ഞാൽ അത് വലിയ ഭയമൊന്നുമല്ല, പടച്ചോനെ ചെറിയൊരു പേടിയാണ്, ചെറിയൊരു മുന്നറിയിപ്പാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അടിച്ചമർത്തപ്പെടുന്നതും സ്വാതന്ത്ര്യങ്ങൾ നഷ്ടപ്പെടുന്നതും രക്തച്ചാലുകൾ സൃഷ്ടിക്കപ്പെടുന്നതും പാരസ്പര്യ ബന്ധങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ രക്തം കൊണ്ട് വിരാമ ചിഹ്നമിടുന്നതും ബോംബുകൾ സൃഷ്ടിക്കപ്പെടുന്നതും നിരപരാധികളുടെ ശരീരത്തിൽ വന്ന് വീഴുന്നതും എല്ലാം ചെറിയ ഭയമാണ്. അല്ല പറയാണ്, നിങ്ങളെ ചെറിയ ഭയം തന്നിട്ടാണ് ഞാൻ പരീക്ഷിക്കുന്നത്. നമ്മുടെ മുമ്പിൽ കടന്നു വന്ന പിറന്നു വീണ മണ്ണിന്റെ മാറിടത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ സ്വച്ഛന്ത ശുദ്ധവായു പോലും ശ്വസിക്കാൻ നമുക്ക് അവകാശമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യ രാജ്യത്തിൽ നിന്ന് കെട്ടുകെട്ടാൻ, ഇന്ത്യ രാജ്യത്തിൽ നിന്ന് അടിച്ചോടിക്കാൻ വന്നപ്പോൾ നമ്മൾ വല്ലാതെ ഭയപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഒരു ചോദ്യചിഹ്നമായി പൗരത്വത്തിന്റെ പേരിൽ നമ്മൾ മുഷ്ടി ചുരുട്ടിയവരാണ്.
പിറന്നു വീണ മണ്ണിൽ സ്വാതന്ത്ര്യം നമുക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കളക്ടറേറ്റ് മാർച്ച് നടത്തിയവരാണ്, നമ്മൾ പരിപാടികൾ സംഘടിപ്പിച്ചവരാണ്. പക്ഷെ അല്ലാഹു പറയുന്നു ഇതൊക്കെ ചെറിയ ഭയമാണ്, ചെറിയ ഭയമാണ്. രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം നടന്നിട്ട് 10,000-കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾ വീണ് മരിച്ചാൽ റബ്ബിന്റെ അടുക്കൽ ഇതൊരു ചെറിയ ഭയമാണ്. രാത്രി എഴുന്നേറ്റ് നടക്കാൻ കഴിയുന്നില്ല രാഷ്ട്രീയക്കാരന്, സംഘടനാ നേതാവിന്, പാണ്ഡിത്യമുള്ളവന്. പ്രിയപ്പെട്ടവര്, എന്നെ ആരെങ്കിലും കൊന്നുകളയുമോ, ആരെങ്കിലും എന്നെ ആക്രമിക്കുമോ, ആരെങ്കിലും എന്നെ ഡിസ്റ്റർബ് ചെയ്യുമോ എന്ന വല്ലാത്ത പേടിയുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ ഇത് ചെറിയൊരു പേടി മാത്രമാ. അല്ലാഹ് പറയുകയാണ് വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ്, വിശപ്പ് നൽകിയിട്ട് അല്ലാഹു നമ്മെ പരീക്ഷിക്കുമെന്ന് പറഞ്ഞത് ചെറിയ വിശപ്പാണ് അല്ലാഹു നമുക്ക് നൽകുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാൽ, ഉള്ള മുതൽ അല്ലാഹു ചുരുക്കിയിട്ട് നമ്മെ പരീക്ഷിക്കും. കഴിഞ്ഞ വർഷം കച്ചവടത്തിൽ കിട്ടിയ ലാഭം ഇന്നുണ്ടാകണമെന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ബെനിഫിറ്റുകൾ കുറഞ്ഞു പോയെന്ന് വരാം, നഷ്ടക്കച്ചവടങ്ങളായെന്ന് വരാം. അല്ലാഹുവിന്റെ പരീക്ഷണമാണത്. വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്, മക്കളെ നൽകിയിട്ട് അല്ലാഹു നമ്മെ പരീക്ഷിക്കോ, മക്കളെ മരിപ്പിച്ചുകൊണ്ട് അല്ലാഹു നമ്മെ പരീക്ഷിക്കും. വസ്സമറാത്ത്, ഉൽപ്പന്നങ്ങൾ നൽകിയിട്ട്, പഴവർഗ്ഗങ്ങൾ നൽകിയിട്ട് അല്ലാഹു നമ്മെ പരീക്ഷിക്കോ. ആർക്കാണ് പ്രിയപ്പെട്ടവരെ വിശ്വാസത്തോടെ ഒരു കിലോ പയറ് വാങ്ങാൻ നമുക്ക് കഴിയുമോ? എല്ലാം മായമാണ്, എല്ലാം വിഷം തെളിച്ചിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പരീക്ഷണമാണ് ഇതൊക്കെ, പരീക്ഷണമാണ്. നമ്മൾ കഴിക്കുന്ന ജ്യൂസ് വിഷമാണ്, നമ്മൾ കഴിക്കുന്ന അതേ ഫ്രൂട്ട്സുകൾ വിഷമാണ്. എന്റെ സഹോദരങ്ങളെ, നമ്മൾ കഴിക്കുന്ന മിഠായികൾ വിഷമാണ്. ലോകത്ത് ഏതാണ് വിഷമില്ലാത്തതിരിക്കുന്നത്? അങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങൾ നമ്മളിലേക്ക് കടന്നു വരുമ്പോ കുട്ടിന്റെ കൈ പിടിച്ചു കൊണ്ടുപോയി മാർക്കറ്റിൽ പോയിട്ടൊരു മിഠായി വാങ്ങാൻ നമുക്ക് കഴിയുന്നില്ല. പടച്ചവനെ, ഇതൊരു ബ്രൗൺ ഷുഗറിന്റെ അംശമായിരിക്കുമോ? അല്ലാഹു പറയുന്നു വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് ഫബശ്ശിരിസ് സാബിരീൻ അല്ലദീന ഇദാ അസാബതുഹും മുസീബ. ഇങ്ങനെ പ്രയാസങ്ങൾ കടന്നു വന്നാൽ, പ്രതിസന്ധികൾ കടന്നു വന്നാൽ, പ്രാരാബ്ധങ്ങൾ കടന്നു വന്നാൽ, ബുദ്ധിമുട്ടുകൾ കടന്നു വന്നാൽ, പീഡനങ്ങൾ കടന്നു വന്നാൽ, താണ്ഡനങ്ങൾ കടന്നു വന്നാൽ, മർദ്ദനങ്ങൾ കടന്നു വന്നാൽ, ഇങ്ങനെയൊക്കെ കടന്നു വരുമ്പോൾ അല്ലദീന ഇദാ അസാബതുഹും മുസീബ ഖാലൂ, അവൻ പറയും, എത്ര ആരാണ് പറയുന്നത്? അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ചവൻ, ഈമാനുള്ളവൻ, ഏത് പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ഊർജ്ജസ്വലതയുടെ കരുത്തുള്ള, കാരിരുമ്പിന്റെ കരുത്തുള്ള ഈമാനുള്ളവൻ പറയും, എത്ര ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരു പ്രയാസമില്ല, ഒരു വിഷമമില്ല. മരിച്ച വാർത്ത കേൾക്കുമ്പോ നമ്മൾ വാട്സപ്പിലൂടെ സ്റ്റിക്കർ അങ്ങോട്ട് അയക്കുകയാണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒന്ന് പറയാൻ പോലും നമുക്ക് അവസരമില്ല, അല്ലേ? മരണ വാർത്ത കേട്ട ഖുർആൻ പറഞ്ഞത് ഖാലൂ എന്നാ പറഞ്ഞത്. എന്താ ഖാലൂ എന്ന് പറഞ്ഞാൽ? അവർ പറയും, വിശ്വാസികൾ പറയും, എന്താ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒന്നുമില്ല, ഒരു സലാം പറഞ്ഞ സ്റ്റിക്കറോട് സലാം പറഞ്ഞിട്ടൊരു സ്റ്റിക്കർ സമാധാനത്തിന് കുഴപ്പമില്ല. എല്ലാം കൈ കൊണ്ടുള്ള. ഞാൻ ഇവിടെ ഇരുന്നപ്പോ നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചു, ഇയാളെന്താ മൊബൈലുണ്ട് കുറെ കളിക്കുന്നതെന്ന്. ഞാൻ മൊബൈലുണ്ട് കളിച്ചതൊന്നുമില്ല, ഞാൻ പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കണം. ഒരു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ നമുക്ക് പറയാൻ കഴിയുന്നുണ്ടോ? ആലോചിച്ച് നോക്കണം. മരിച്ച മാത്രമല്ല ഇന്നാ ലില്ലാഹി പറയേണ്ടത്, പിന്നെയോ ഒരു അപകടം സംഭവിച്ചാൽ നമ്മൾ പറയണം ഇന്ന. അന്നേരം നമ്മൾ എന്താ പറയാ? മരിച്ചിട്ടൊന്നുമില്ല, പിന്നെന്തിനാ ഇന്നാ ലില്ലാഹി പറഞ്ഞത്? അല്ല, അല്ലദീന ഇദാ അസാബതുഹും മുസീബ, ഒരു വിഷമം എത്തിക്കഴിഞ്ഞാൽ പറയണം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ.
ഏതുവരെ എന്നറിയ ഒരു കരണ്ട് പോയാ പോലും പറയണം അല്ലേ? കരണ്ട് പോയാ എന്താ പറയേണ്ടത്? നമ്മളെന്താ കരണ്ട് പോയാ ചെയ്യാ? എന്താ ചെയ്യാ? നമ്മുടെ വീട്ടിൽ കരണ്ട് പോയാ നമ്മൾ എന്താ ചെയ്യാ? എന്താ ചെയ്യാ? നമ്മൾ അപ്പുറത്തെ വീട്ടിലേക്ക് നോക്കും അല്ലേ? അവിടെ കരണ്ട് പോയിട്ടുണ്ടോ? അവിടെ കരണ്ട് പോയിട്ടുണ്ടെങ്കിൽ വലിയ സമാധാനം. എന്റെ വീട്ടിൽ മാത്രം അപ്പുറം പോയിട്ടുണ്ടല്ലോ, അൽഹംദുലില്ലാ. അപ്പുറം കരണ്ട് ഉണ്ടെങ്കിലോ നമുക്ക് വല്ലാത്തൊരു വിഷമം വന്നു. നമ്മളെ ചിന്ത എങ്ങനെ? നമ്മൾക്ക് നമ്മുടെ വീട്ടിൽ കരണ്ട് പോയി അപ്പുറത്ത് കരണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ അൽഹംദുലില്ലാ പറയോ? ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കരണ്ട് പോയാൽ പോലും നമ്മൾ ഇന്നാലില്ലാ പറയണം. അപ്പുറത്തെ വീട്ടിൽ പോയാലും പറയണം, പഠിച്ചോനെ അവനിക്ക് കരണ്ട് കിട്ടിയിട്ടില്ലല്ലോ. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്ത്രീകളൊക്കെ പോയി ചിന്തിക്കും, അതെ മരിച്ച മാത്രമല്ല കരണ്ട് പോയാൽ ഇന്നാലില്ലാ പറയാൻ അഷ്റഫ് ഉസ്താദ് പറഞ്ഞു. ഉസ്താദ് വിളിക്കുന്നു വേണ്ട, നാട്ടുകാരാണ്, ഞാൻ പറയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അഷ്റഫി പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അബ്ദുൽ അസീസ് പറഞ്ഞിട്ടുണ്ട്, കരണ്ട് പോയാ നിങ്ങളെ വീട്ടിൽ പോയിട്ട് നിങ്ങൾ എത്ര പ്രാവശ്യം പറയും? പെട്ടെന്ന് കരണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. രണ്ടാമതും കരണ്ട് പോയാൽ എന്താ പറയാ? പിന്നെയും പറയും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മൂന്നാമത് പോയാൽ എന്താ പറയാ? നമ്മുടെ ഒരു നാടൻ ഭാഷയുണ്ട്, ചായന്റെ കരണ്ട്, ഒടുക്കത്തെ കരണ്ട്, അവസാനത്തെ കരണ്ട് വരാതായിപ്പോട്ടെ. പിന്നെ ആ പുരയിൽ പിന്നെ എപ്പോഴും പിന്നെ ഇലക്ട്രീഷ്യനെ കൊണ്ടുവരേണ്ടി വരും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അതാണ്. ഒരു ഗേറ്റ് അടച്ചു, റെയിൽവേ ഗേറ്റ് അടച്ച് അർജന്റ് പോകേണ്ടതാണ്. നമ്മളെന്താ പറയുന്നത്? ചായന്റെ പാലം അല്ലെ? ചായന്റെ ഗേറ്റ്. ഈ ചായ കൂടുതലാണ്. ഉമ്മമാര് വളരെ ശ്രദ്ധിക്കണം, ഉമ്മമാര് വളരെ ശ്രദ്ധിക്കണം. ഞാൻ സാന്ദർഭികമായിട്ട് പറയാണ്, ഈ ചാവും തീർപ്പൊക്കെ നമ്മൾ നിർത്തണം. മക്കളെ ചായ കഴിക്കുന്നവർ തീർപ്പ് കഴിക്കുന്നവർ അതോടെ തീർന്നു പോയി. ഒരു ഉമ്മയും മക്കളെ കുറിച്ചുകൊണ്ട് തീർപ്പ് കഴിക്കാൻ ഞാൻ ഓർക്കും, എന്റെ ജീവിതത്തിൽ ഞാനിങ്ങനെ വെറുതെ പറയല്ല, എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഒരു മക്കളെയും എത്ര ദേഷ്യം വന്നു കഴിഞ്ഞാലും ലാനത്ത് ചെയ്തിട്ടുണ്ടാവൂല, ശപിച്ചിട്ടുണ്ടാവും. ആ ശപിക്കാത്താണ് നമ്മളൊക്കെ ആയാത്തിൽ റാഹത്തിൽ ജീവിച്ചു പോകുന്നത്. അവരുടെ ശാപത്തിന് വിധേയമാകുന്ന വാക്കുകൾ നമ്മളും ഉണ്ടാക്കി കൊടുക്കരുത്. പറഞ്ഞു വന്നത്, എന്ത് പ്രയാസം വന്നു കഴിഞ്ഞാലും മുസീബത്ത് സംഭവിച്ചാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ നമ്മൾ പറയണം. ഇനിയോ ഇനി നല്ല എന്തെങ്കിലും സന്തോഷം നമുക്ക് ലഭിച്ച എന്താ പറയാ? ഹമ്മാദൂൻ എന്ന് ഹദീസിൽ കാണും, ഏറെ സ്തുതിക്കുന്ന ആളുകൾ അല്ലേ? അൽഹംദുലില്ലാഹ്. സ്വന്തം മോന് വിസ കിട്ടിയാൽ ഉപ്പ പറയും അൽഹംദുലില്ലാ. അപ്പുറത്തെ മോന് വിസ കിട്ടിയാൽ പറയും അൽഹംദുലില്ലാ. നിങ്ങൾ അയൽവാസിക്ക് ആർക്കെങ്കിലും വിസ കിട്ടിയിട്ട്, ഇവിടെ ഗൾഫിലോ ലണ്ടനിലോ അമേരിക്കയിലോ വിസ കിട്ടിയിട്ട് നിങ്ങൾ ഒരു പക്ഷെ ചോദിച്ചിട്ടുണ്ട്, സാലറി എത്ര ഉണ്ട് മോനെ? അപ്പൊ പറയോ അത് ഒരു 1,00,000 അടുത്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അൽഹംദുലില്ലാ പറയോ? നിങ്ങൾ ചിന്തിക്കാൻ, പഠിച്ചോനെ എന്റെ മോൻ ഗൾഫ് പോയിട്ട് 15 കൊല്ലായി, എനിക്ക് ഇപ്പോഴും ആ 30,000 അതിൽ റൂമും കഴിയണം, ചെലവും കഴിയണം, അവസാനം ഒന്നുമില്ല. അങ്ങനെയാകരുത്, അങ്ങനെയാകരുത്. നമ്മള് അയൽവക്കത്തുള്ളവന് അനുഗ്രഹം കിട്ടിയാൽ നമ്മൾ പറയണം അൽഹംദുലില്ലാഹ്. അപ്പോഴാണ് നമ്മുടെ മനസ്സ് നന്നാവുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ അൽഹംദുലില്ലാഹ് പറയില്ല. ഇപ്പുറത്തെ വീട്ടുകാരന് വലിയ വണ്ടി വാങ്ങി, നമ്മൾ പഠിച്ചു ഓനെ എഴുന്നപ്പോ ഇത്രയൊക്കെ പൈസ ഇട്ട്, മനുഷ്യന്മാരെ പൈസന്റെ സോസ് അന്വേഷിച്ച് നിർത്തണം. നമ്മോട് ആരാ പറഞ്ഞിട്ടുള്ളത്? ഫലാ തജസ്സസു, നിങ്ങൾ കുത്തി അന്വേഷിക്കരുത്. ഗൾഫ് പോയിട്ട് ആകെ 5 കൊല്ലമായിട്ടുള്ളൂ, ഓൻ ഇത്ര പെട്ടെന്ന് എങ്ങനെ കാശ് ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ലല്ലോ. അല്ലാഹ് വിചാരിച്ചാൽ നിമിഷം മതി കോടികൾ കൊടുക്കാൻ. നീ നിന്റെ സ്വത്തിനെ കുറിച്ച് അന്വേഷിച്ചാൽ മതി, അതിൽ ഹലാൽ ഹറാം വന്നിട്ടുണ്ടോ, നീ സൂക്ഷിച്ചിട്ടുണ്ടോ? എന്നിട്ട് നമ്മൾ ചിന്തിക്കുകയാണ്, അയാൾ വലിയ വീടെടുത്ത്, വലിയ വണ്ടി, വലിയ വീട്, വലിയ വാഹനം ഒക്കെ ഉണ്ട്. ഇതൊക്കെ എവിടുന്നാ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അയൽവക്കത്തുള്ള ഒരാൾക്ക്, ഒരു കുട്ടിക്ക് വിസ കിട്ടിയാൽ നിങ്ങൾ പറയണം അൽഹംദുലില്ലാഹ്. കുടുംബത്തിൽ കിട്ടിയാൽ പറയണം അൽഹംദുലില്ലാഹ്.
നമ്മൾ പറയൂല. അപ്പുറത്തെ വീട്ടിൽ ഇടി വീണിട്ട് മതില് പൊട്ടിയാൽ ചിലപ്പം പറയും അൽഹംദുലില്ലാ. അതുപോലെ തന്നെ നല്ലൊരു വാഹനം വാങ്ങിയിട്ട് നമ്മളിങ്ങനെ ഇരുന്നിട്ട് നോക്കിയാണ്, എടാ യോ വലിയ ഉസാറായി പോയല്ല, എവിടുന്ന എനിക്ക് വണ്ടി കിട്ടിയത്, നമ്മളിങ്ങനെ ഇരിക്കും. ഒരു അൽഹംദുലില്ലാ നമ്മൾ പറയില്ല. ആ വണ്ടി ഇങ്ങനെ ഓരോരുത്തന്റെ കണ്ണ് അല്ല അതിനു ഹക്കുൻ, കണ്ണ് സത്യാണ്. വല്ലാത്ത തുറിച്ചു നോട്ടം ഉണ്ടല്ലോ, അത് നമ്മൾ നിർത്തണം. വല്ലാത്ത തുറിച്ചുനോട്ടം, മറ്റുള്ളവന്റെ വീട്ടിലേക്കുള്ള തുറിച്ചുനോട്ടം, അവന്റെ വാഹനത്തിലേക്കുള്ള തുറിച്ചുനോട്ടം, അവന്റെ സമ്പത്തിലേക്കുള്ള തുറിച്ചുനോട്ടം. പ്രിയപ്പെട്ടവര്, ഈ തുറിച്ചുനോട്ടം കണ്ണേറുകൾ ഉണ്ടാക്കുകയാണ്. എന്നിട്ടോ നമ്മൾ തുറിച്ചു നോക്കിയിട്ട് പാവപ്പെട്ട ഈ മനുഷ്യൻ, ഉപ്പാക്കൊക്കെ പ്രായാവും, മക്കൾക്ക് ചിന്തയുണ്ട, ഉപ്പ കുറെ കാലായി ബസ്സിൽ ആ ഇത് പിടിച്ചിട്ട് ഇല്ലേ, ബസ്സിന്റെ ആ ഇരുമ്പ് പിടിച്ചിട്ട് തഴമ്പിച്ചു പോയ ബാപ്പാന്റെ കൈ ഒന്ന് നല്ല എന്റെ കൂടെ വാഹനത്തിൽ ഇരുന്നിട്ട് ഇല്ലേ, ഈസി ചെയറിലൊന്നും ഇരുന്നിട്ട് ചാരി കസാരയിൽ ഇരുന്നിട്ട് എസിയും കൊണ്ടിട്ട് ഇപ്പൊ പോട്ടെ. നമുക്കൊന്നും ആ ഭാഗ്യം ഉണ്ടായിട്ടില്ല. പ്രിയപ്പെട്ട ബാപ്പയെ ഇപ്പുറം ഇരുത്തിയിട്ട് പോകേണ്ട ഭാഗ്യം ഉണ്ടായിട്ടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കണം. പറഞ്ഞു വരുന്നത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, എന്റെ പ്രിയപ്പെട്ട ബാപ്പാനെ ഇങ്ങനെ കൊണ്ടുപോകാൻ നല്ലൊരു വാഹനം വാങ്ങി. നമ്മൾ അൽഹംദുലില്ലാ പറയും, ഓ അവർക്ക് വലിയ ആളായി, കിബറ്, അഹങ്കാരം എന്നൊക്കെ പറയും. എന്നിട്ട് ആ വണ്ടി തിരിച്ചു വരുമ്പോ ആ വണ്ടിക്ക് ഒരു സ്ക്രാച്ച് വീണ് നമ്മൾ എന്ത് പറയും? എന്താ പറയാ? അന്നേരമായിരിക്കും പറയുന്നത് എന്താ അൽഹംദുലില്ലാ അല്ലേ? ഒരു മനുഷ്യനിൽ അപകടം ഉണ്ടാകുമ്പോ ഇന്നാലില്ല എന്ന് പറയുന്നതിന് പകരം നമ്മൾ പറയും അൽഹംദുലില്ലാ. ഇങ്ങനെയുള്ളൊരവസ്ഥ നമ്മൾ മാറ്റിയെടുക്കണേ പ്രിയപ്പെട്ടവരെ. ജീവിതത്തിൽ നന്മകൾ ചെയ്യാൻ വേണ്ടി കഴിയണം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഉപ്പക്ക് സുഖമില്ലാത്തതിന്റെ പേരില്, ഉമ്മക്ക് സുഖമില്ലാത്തതിന്റെ പേരിൽ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് നടത്തിയിട്ട് ഒരു മോന് പറയുകയാണ്, ഉമ്മക്ക് വേണ്ടി ഞാൻ എത്രയാ ചെലവഴിച്ചത്, ഉമ്മക്ക് വേണ്ടി ഞാൻ എത്രയാ ചെലവഴിച്ചത്. മക്കള് ചിലപ്പോ 4 ഉണ്ടാകും, 5 ഉണ്ടാവും, 10 ഉണ്ടാവും. എന്റെ ഉമ്മ മാത്രമല്ലല്ലോ, പ്രായമാകുമ്പോ സ്വന്തം ഉമ്മയെ ഫുട്ബോൾ തട്ടും പോലെ അങ്ങോട്ടും ഇങ്ങോട്ട് തട്ടാണ്. ഒരു മാസം ആ വീട്ടിൽ, ഒരു മാസം ഈ വീട്ടില്. ഇത് കണക്കൂട്ടിയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആലോചിക്കണം. നിനക്ക് എത്ര ഭക്ഷണം നിന്റെ ബാപ്പ നൽകിയിട്ടുണ്ട്, ഉമ്മ നൽകിയിട്ടുണ്ട്. നിനക്ക് വേണ്ടി എത്രമാത്രം ഉറക്കൊഴിഞ്ഞിട്ടുണ്ട്, നിനക്ക് വേണ്ടിട്ട് എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു ഉമ്മ ഇന്ന് വരെ മക്കളോട് കണക്ക് ചോദിച്ചിട്ടുണ്ടോ? ഏതോ നിന്റെ ഓപ്പറേഷൻ ചെയ്തതിന്റെ കണക്ക് നീ വലുതായി, നീ വലിയ പൈസക്കാരനായതിന് ശേഷം നിന്റെ ഉപ്പ ചോദിച്ചിട്ടുണ്ടോ? അതെ, നിനക്ക് വേണ്ടിട്ട് ഞാൻ ഇത്ര ലക്ഷം ചെലവാക്കിയിട്ടുണ്ട്, അത് എഴുതി വെക്കണമെന്നൊരു ഉപ്പയും പറയില്ല. പക്ഷെ മക്കൾ ഉപ്പയോട് പറയും ഇല്ലേ? മക്കൾ ഉമ്മയോട് പറയും, ഇത്ര ചെലവാക്കിയിട്ടുണ്ട്. മക്കൾ കുറയില്ലേ, ഓ നോക്കട്ടെ, മറ്റോ നോക്കട്ടെ, ഓള് നോക്കട്ടെ. അങ്ങനെ പറഞ്ഞു പോകരുത്. ഉമ്മയെ ചികിത്സിച്ചതിന്, ഉപ്പയെ ചികിത്സിച്ചതിന് ഒരിക്കലും കണക്ക് പറഞ്ഞു പോകരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കേണ്ടത്, അല്ലാഹ് പടച്ചവനെ, നീ എനിക്ക് നൽകിയ ഭാഗ്യമാണ്, നീ എനിക്ക് നൽകിയ ഭാഗ്യമാണ് എന്റെ ഉമ്മയെ പരിചരിക്കാൻ, എന്റെ ഉമ്മയെ ശുശ്രൂഷിക്കാൻ, എന്റെ ഉമ്മയെ സ്നേഹിക്കാൻ എന്ന് ചിന്തിക്കുന്ന ചെറുപ്പക്കാരനെയാണ് നമുക്ക് വേണ്ടത്. ഒരിക്കലും ഉമ്മാക്ക് ചെലവാക്കിയതിന്റെ കണക്ക് പറയരുത്, ഉപ്പാക്ക് ചെലവാക്കിയതിന്റെ കണക്ക് പറയരുത്. എന്തുകൊണ്ടെന്നറിയോ? ആ ഉമ്മയാണ് നിന്നെ 9.5 മാസക്കാലം വയറ്റിലിട്ടത്. ആ വയറ്റിൽ വെച്ചിട്ടാണ് ഉമ്മ ഛർദിച്ചത്, ഉമ്മ വേദനിച്ചത്, ഉമ്മ നൊമ്പരിച്ചത്. പ്രിയപ്പെട്ടവര്, അതുകൊണ്ട് നമ്മൾ അങ്ങനെ കണക്ക് പറയരുത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മൾ ഈ 5 പരീക്ഷണങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടോ നമുക്കൊരു ചിന്തയില്ല, ജീവിതത്തിനൊരു മാറ്റം വരുത്തണമെന്നൊരു ചിന്തയില്ല. ഖിയാമത്ത് നാളിന്റെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന ചിന്ത നമുക്കില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് എന്തെന്നറിയുമോ? ലാ തഖൂമുസ്സാഅതു ഹത്താ യുഖ്ബലൽ ഇൽമു. ഒരിക്കലും പറഞ്ഞത് മാറ്റി പറയേണ്ടി വന്നിട്ടില്ല. അംഗമാറ്റത്തിന്റെ കാലമല്ല,
ലിംഗമാറ്റത്തിന്റെ കാലമല്ല, ടെക്നോളജിയുടെ കാലമല്ല, ആധുനിക സംവിധാനമുള്ള കാലമല്ല. അരണ്ട മണ്ണെണ്ണ കൂടിന്റെ വെളിച്ചത്തില് മദീനത്തെ പള്ളിയാണ് ലോകത്തെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി. ആ യൂണിവേഴ്സിറ്റിയിൽ വെച്ചിട്ടാണ് സഹാബാക്കൾ ഇൽമ പഠിച്ചത്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കണം, അവിടെ വെച്ചിട്ടാണ് ശാസ്ത്രീയമായ കലവറകൾ തുറന്നു വെച്ചത്. ഒരിക്കലും മാറ്റി പറയേണ്ടത് ഇസ്ലാമിന് വന്നിട്ടില്ല, ഒരിക്കലും പൊള്ളു പറഞ്ഞിട്ടില്ല. അള്ളാഹു കൽപ്പിച്ചത് മാത്രമാണ് ലോകത്തിന്റെ നേതാവ് പഠിപ്പിച്ചിട്ടുള്ളത്. ആ പ്രവാചകരാണ് പഠിപ്പിച്ചൊരു ഹദീസ്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തട്ടെ. ലാ തഖൂമു സഅതു ഹത്താ യുഖ്ബലൽ ഇൽമു. ഇൽമ പിടിക്കപ്പെടുന്നത് വരെ ഖിയാമത്ത് നാൾ സംഭവിക്കൂല എന്ന് പറഞ്ഞാൽ നല്ല നല്ല ആലിമീങ്ങളൊക്കെ പെട്ടെന്ന് മരണപ്പെട്ടു പോകലാണ്. അതേ സാത്വികരായ നല്ല നല്ല ആലിമീങ്ങള് ചരിത്രത്തിന്റെ താളിൽ അങ്ങനെ എത്രയോ ആലിമീങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മഹാനായ കണ്ണിയത്ത് ഉസ്താദിനെ പോലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, അതുപോലെ ഒരുപാട് മഹാരഥന്മാരുണ്ടായിട്ടുണ്ട്. അവരൊക്കെ സൂക്ഷ്മജ്ഞാനികളാണ്, അള്ളാഹുവിനെ ഭയപ്പെട്ടവരാണ്. ഹൈദ്രോസ് ഉസ്താദിനെ പോലെ മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ സൂക്ഷ്മത നിങ്ങൾ നോക്കണേ. ആ മഹാനായ കണ്ണിയത്ത് ഉസ്താദ് മലപ്പുറത്ത് നിന്ന് മംഗലാപുരത്തേക്ക് ഒരു യാത്ര ചെയ്യുന്ന സമയത്താണ് ഡ്രൈവറോട് പറഞ്ഞു വണ്ടി നിർത്തിയിട്ട് ചോദിച്ചത് ഖിബില എങ്ങോട്ടാ. ഡ്രൈവർ ചിന്തിക്കുകയാണ്, എന്തിനാണ് ചീറിപ്പായുന്ന വാഹനത്തിൽ വെച്ചിട്ട് ഖിബില ചോദിക്കുന്നത്? നിസ്കാരത്തിന്റെ സമയമായിട്ടില്ലല്ലോ, അടുത്തെവിടെയും പള്ളിയില്ലല്ലോ, പിന്നെ എന്തിനാണ് ചോദിച്ചതെന്നറിയുമോ? ഖിബില ചോദിച്ചത് എന്തിനാണെന്നറിയോ? മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ഖിബില ചോദിച്ചത് എന്തിനെന്നറിയോ? തുപ്പാൻ വേണ്ടിയിട്ടാണ്. ഖിബിലക്ക് തുപ്പാനല്ല, ഖിബിലന്റെ നേരെ തുപ്പാനല്ല, പിന്നെയോ ഞാൻ തുപ്പുന്ന തുപ്പുനീര് ഖിബിലയിലാക്ക് ആകരുത്. എന്തൊരു സൂക്ഷ്മതയാണ്, എന്തൊരു സൂക്ഷ്മതയാണ്. ഞാൻ തുപ്പുന്ന തുപ്പുനീര് ഖിബിലയിലേക്കായി പോലും പേടിയാണ്. വലതുഭാഗത്ത് തുപ്പാറില്ല. കണ്ണിയത്ത് ഉസ്താദിന്റെ മുമ്പിൽ ഒരാള് അത് ഔറത്ത് തുറന്നാൽ, പെണ്ണുങ്ങളല്ല ആണുങ്ങള് മാടി കുത്തിയിട്ട് ഇല്ലേ, ആണുങ്ങള് ചില ചെറുപ്പക്കാര് കുട്ടികളുണ്ട് ഇല്ലേ, പെർമുട ഇട്ട് കൊണ്ട് പോകുന്നവർ കാല് മറിഞ്ഞിട്ടുണ്ടാവില്ല, മുട്ട് മറിഞ്ഞിട്ടുണ്ടാവില്ല, അത് ഹറാമാണ്. ബൈക്കൊക്കെ എടുത്തിട്ട് പോകുമ്പോ ശ്രദ്ധിക്കണം, എവിടെയെങ്കിലും ആക്സിഡന്റ് ആയിട്ട് മരിച്ചാൽ ഹറാമോട് കൂടെയാണ് നീ മരിക്കുന്നത്. പെണ്ണുങ്ങളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പുറത്ത് മാടിക്കെട്ടിയിരുന്നിട്ടാ പറയുന്നത് അപ്പുറത്തെ പെണ്ണിനെ കുറിച്ച്. ഓള് ഇട്ട ബ്ലൗസ് അല്ലേ, ഓളെ കൈയിന്റെ നിറം, ഓളെ ചങ്ക് കാണുന്നുണ്ട്, മൂക്ക് കാണുന്നുണ്ട്. ഈ പറഞ്ഞ മനുഷ്യനോ നമ്മള് മുട്ടിന്റെ മുകളിൽ തുണി മാടി കുത്തിയിട്ടാ മറ്റവരെ കുറിച്ച് കുറ്റം പറയുന്നത്. അങ്ങനെയാകരുത് എന്റെ പ്രിയപ്പെട്ടവരെ. കണ്ണിയത്ത് ഉസ്താദ് ആരെങ്കിലും തുണി പൊക്കിയിട്ട് കണ്ട അപ്പൊ കണ്ണിയും ഹറാമ് കണ്ടുപോകും. അവർക്ക് സൂക്ഷ്മതയോടുകൂടെ ജീവിച്ചവരാണ്, അവരൊക്കെ ഭക്തിയുള്ളവരായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനത്തെ എത്രയോ നല്ല ആലിമീങ്ങൾ കഴിഞ്ഞുപോയി. പരിപാടി കഴിഞ്ഞിട്ട് വണ്ടി കിട്ടിയിട്ടില്ല. ആലോചിച്ച് നോക്കണം, വണ്ടി കിട്ടിയിട്ടില്ല. ഒരു പള്ളിയിൽ താമസിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ശ്രദ്ധിക്കണം നിങ്ങൾ പറയുന്നത്. അങ്ങനെയുള്ള മഹാരഥന്മാരൊക്കെ അവരൊക്കെ അള്ളാനെ പേടിച്ച് ജീവിച്ചവരാ. ആലോചിക്കണം പ്രിയപ്പെട്ടവരെ. വണ്ടി കിട്ടിയിട്ടില്ല. പഴയ കാലത്ത് അങ്ങനെ വാഴൊക്കെ കഴിഞ്ഞ് ഏതും കിട്ടിയ വണ്ടി കയറിയിട്ട് പോലാണ്. ആ മഹാനായ ഹൈദരോസ് ഉസ്താദ് ഏതെങ്കിലും പള്ളിയിൽ ഒന്ന് ഉറങ്ങാന്ന് വിചാരിച്ചു പള്ളിയിലേക്ക് പോയപ്പോ ആ പള്ളിയിൽ എഴുതി വെച്ചിട്ട് എന്താ എഴുതി വെച്ചിട്ടുള്ളതെന്നറിയോ? മുസാഫിരീങ്ങള്, യാത്രക്കാർ എന്നല്ല, പിന്നെയോ പള്ളിയിൽ കിടക്കുന്നത് അനുവദനീയമല്ല. പള്ളിയിൽ കിടക്കുന്ന അനുവദനീയമല്ല. ആ മഹാനായ ഹൈദ്രോസ് ഉസ്താദ്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. രാവിലെ വരെ ഹൗലിന്റെ കല്ലിലിരിക്കുകയാണ്, സുബഹി വരെ. രാത്രി വാത് കഴിഞ്ഞിട്ട് ക്ഷീണം വന്നിട്ട് ഏതെങ്കിലും പള്ളിയിലൊന്ന് തല താഴ്ത്താമെന്ന്, തലയൊന്ന് ചാഴ്ത്താമെന്ന് ആഗ്രഹിച്ച സമയത്ത് എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെ എഴുതി വെച്ചത് കണ്ടതെന്തെന്നറിയുമോ? ഇവിടെ ഉറങ്ങാൻ പാടില്ല, ഇവിടെ ഉറങ്ങാൻ പാടില്ല എന്ന് കണ്ടപ്പോ അവിടെ ഉറങ്ങുന്നത് എഴുതി വെച്ചത് കൊണ്ട് ആ പള്ളിയിൽ കിടക്കുന്നത് അനുവദനീയമല്ല എന്ന് കമ്മിറ്റിയുടെ പ്രത്യേകമായ നിർദ്ദേശം അവിടെ എഴുതി വെച്ചത് കൊണ്ട് മഹാനായ ഹൈദ്രോസ് ഉസ്താദ് സുബഹിന്റെ സമയം വരെ ഹൗലിന്റെ കല്ലിലിരിക്കുകയാണ്. ബാങ്ക് വിളിക്കാൻ വേണ്ടിട്ട് മുഅദ്ദിൻ ഇറങ്ങി വരുമ്പോഴാണ്, എന്റെ പ്രിയപ്പെട്ടവർ ഇമാമ വരുമ്പോഴാണ് സുബ്ഹാനല്ലാഹ് ആരെയാ
കാണുന്നത്. മഹാനായ ഹൈദ്രോസ് ഉസ്താദ്, പാണ്ഡിത്യത്തിന്റെ നിറകുടമായ ഉസ്താദ്, സ്നേഹനിധിയായ ഉസ്താദ്, ആ ഉസ്താദിനെ കല്ലിലിരിക്കുന്നത് കണ്ടപ്പോ ഉസ്താദിനറിയാം ഇവിടത്തെ ശിഷ്യൻ എന്റെ ശിഷ്യനാണ്, ഇവിടെ പള്ളിയിലുള്ളത്, ഒന്ന് വിളിച്ചാൽ മതി. പക്ഷേ കമ്മിറ്റി അനുവദിക്കാത്തത് കൊണ്ട് സുബഹി വരെ പടച്ചോനെ പേടിച്ചിട്ട് കല്ലിലിരുന്ന ആലിമീങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആലോചിക്ക്, സുബഹി വരെ ഹൗദിന്റെ കല്ലിലിരുന്നു. സുബഹി വാങ്ങിക്കൊടുക്കുന്നവരെ കടന്ന പടച്ചോൻ ശിക്ഷിക്കോ, വല്ലാത്ത പേടിയാണ്, വല്ലാത്ത പേടിയാണ്. ലാ തഖൂമുസ്സാഅതു ഹത്താ യുഖ്ബദൽ ലിൽമുശ്രികീൻ. ശ്രദ്ധിക്കണേ. രണ്ടാമത്തത് വതുക്സറസ്സലാസിൽ, അടിക്കടിയുള്ള ഭൂകമ്പം ഉണ്ടാകുന്നത് ഖിയാമത്ത് അടയാളാണ്. ഇവിടെ ശ്രദ്ധിക്കണം. സലാസിൽ, ലാ തഖൂമുസ്സാഅതു ഹത്താ യുഖ്ബദൽ ഇൽമു വതുക്സറസ്സലാസിൽ. കുറേ ഭൂകമ്പങ്ങൾ ഒരിടത്ത് കഴിഞ്ഞ് മറ്റൊരു തുടങ്ങിയാണ്. എപ്പോഴാ ഇത് പറയുന്ന? 6-ാം നൂറ്റാണ്ടിൽ ഭൗമാന്തരീക്ഷത്തെ കുറിച്ചുള്ള പഠനത്തിന്റെ കവാടം പോലും ആധുനിക ശാസ്ത്രം തുറക്കുന്നതിന് മുമ്പ് ഭൂമി ലോകത്ത് കടന്നു വരുന്ന ഭൂമിയുടെ പ്രകമ്പനത്തെ കുറിച്ച് കൊണ്ട് പറഞ്ഞ നബി മുഹമ്മദ് മുസ്തഫ, ലാ തഖൂമു സഅതു ഹത്താ യുഖ്ബദൽ ഇൽമു വതുക്സറസ്സലാസിൽ, അടിക്കടിയുള്ള ഭൂകമ്പം. لا تقوم الساعة حتى يقبض العلم وتكثر الزلازل ويتقارب الزمان. കാലം അടുക്കുന്നത് ഖിയാമത്ത് നാളിന്റെ അടയാളാണ്. എന്താ കാലം അടുക്കാന്ന് പറഞ്ഞ അല്ലേ? ജുമ കഴിഞ്ഞിട്ട് നമ്മൾ തന്നെ പറയാണ്, വീണ്ടും ജുമ വന്നപ്പോ പടച്ചോനെ എത്ര പെട്ടെന്നാണ് വെള്ളിയാഴ്ച ആയത് അല്ലേ? എത്ര പെട്ടെന്നാണ് പെരുന്നാള് കടന്നു വന്നത്, എത്ര പെട്ടെന്നാണ് റമളാൻ വീണ്ടും കടന്നു വന്നത്, എത്ര പെട്ടെന്നാണ് എന്റെ മുഖത്ത് യൗവനത്തിന്റെ ആ സുന്ദരമായ രൂപങ്ങൾ നഷ്ടപ്പെട്ട് വാർദ്ധക്യത്തിന്റെ കുത്തു വീണത്, എത്ര പെട്ടെന്നാണ് എന്റെ തലമുടി നരച്ചു പോയത്, എത്ര പെട്ടെന്നാണ് എന്റെ താടിരോമം നരച്ചു പോയത്, എത്ര പെട്ടെന്നാണ് എന്റെ ഏജുകൾ കൂടിപ്പോയത്, 40-ൽ നിന്ന് 44, 45-ലേക്ക് എത്തിയത്. എല്ലാം പെട്ടെന്നാകുന്നൊരു കാലം കടന്നു വന്നാൽ അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. മുഅ്മിനെ ചിന്തിക്കണ. ആരാണ് പറഞ്ഞതെന്നറിയോ? ലോകത്തെ ഏറ്റവും വലിയ ഡോക്ടറാണ്, ലോകത്തെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനാണ്, ലോകത്ത് മാനവികതയുടെ മഹിതമായ സന്ദേശം ഉയർത്തിപ്പിടിച്ച പ്രവാചകരാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ലോകത്ത് സുന്ദരമായ ആശയം പഠിപ്പിച്ച പ്രവാചകരാണ്. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറക്കുന്നവൻ എന്നിൽ പെട്ടവനല്ല എന്ന് പറഞ്ഞ പ്രവാചകരാണ്. നടന്നു പോകുന്ന വഴിയിൽ അടുക്കുകളുണ്ടെങ്കിൽ വഴിയിലുള്ള മാലിന്യങ്ങളെ എടുത്തു മാറ്റല് വിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് പഠിപ്പിച്ച പ്രവാചകരാണ്. ഏതുവരെ എന്നറിയുമോ പ്രിയപ്പെട്ടവരെ? നമ്മൾ ആലോചിക്കണം. ഇസ്ലാം എന്ന് പറയുന്നത് അന്യവന്റെ വളപ്പിലുള്ള അവന്റെ സമ്മതം കൂടാതെ ഒരു മാമ്പഴം എടുത്ത് കഴിക്കുന്നത് ഹറാമെന്ന് പഠിക്കണമെങ്കിൽ പള്ളി ദറസിൽ പോകണേ, മദ്രസയിലേക്ക് പോകണേ. എന്റെ പ്രിയപ്പെട്ടവര്, നമ്മൾ സ്കൂളുകളിലേക്ക് പോകുന്നു, നമ്മൾ അവിടെ ബയോളജി പഠിക്കുന്നു. എന്റെ സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമ്മളവിടെ സയൻസ് പഠിക്കുന്നു, നമ്മളവിടെ ഹിസ്റ്ററി പഠിക്കുന്നു, എല്ലാം പഠിക്കുന്നു. എങ്കിലും ഞാൻ ചോദിക്കട്ടെ, ഒരു മാമ്പഴത്തിന്റെ ഗുണങ്ങള് നമ്മുടെ കലാലയത്തിൽ വെച്ച് ടീച്ചർ നമുക്ക് പറഞ്ഞു തരാറുണ്ട്. അതിന്റെ മധുരത്തെ കുറിച്ച് പറഞ്ഞു തരാറുണ്ട്, അതിന്റെ വിറ്റാമിൻസുകളെ കുറിച്ച് പറഞ്ഞു തരാറുണ്ട്. എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവര്, ഇന്ന് വരെ ഭൗതികമായ ഏതെങ്കിലും കലാലയത്തിൽ വെച്ചുകൊണ്ട് ഇന്ന് വരെ പഠിപ്പിച്ചിട്ടുണ്ടോ? പോഷകാഹാരങ്ങളെ കുറിച്ച് പഠിപ്പിക്കുമ്പോ പൊന്നുമോനെ, മറ്റുള്ളവന്റെ സമ്മതം കൂടാതെ ആ മാമ്പഴം എടുത്തു കഴിക്കൽ നിനക്ക് പാടില്ല എന്ന് ഏത് കലാലയത്തിലാണ് പഠിപ്പിച്ചത്? രാവിലെ മദ്രസയിൽ വന്ന പ്രിയപ്പെട്ട പൊന്നുമോന്, പൊന്നുമോള് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് വീട്ടിലേക്ക് പോകുമ്പോഴാണ് ഒരു മാമ്പഴം കണ്ടത്. ആ കുട്ടി പഠിച്ചത് എന്തെന്നറിയുമോ? ഹറാമാണ്, അനുവാദമില്ലാതെ എടുക്കരുത്. ഇതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ലാ തഹ്ഖിറന്ന ജാറതൻ ലിജാറതിഹാ വലോ ഫിർസിന ശാത. ഒരാടിന്റെ കുളമ്പ് കൊണ്ട് പോലും അയൽ
അയൽവാസിയെ നിസാരപ്പെടുത്താൻ പാടില്ല. നിന്റെ അയൽവക്കക്കാരന് വേണ്ടിട്ട് നിന്റെ കറി വിശാലമാക്കണമെന്ന് പഠിപ്പിച്ച ഇസ്ലാമാണ്. നിന്റെ വീട്ടിന്റെ തൊട്ടടുത്തുള്ള രാമനാവട്ടെ ജോസഫ് ആവട്ടെ, അവന് നീ 10 രൂപ കൊടുത്താൽ അത് കൂലിയാണ്, പ്രതിഫലമുണ്ടെന്ന് പഠിപ്പിച്ച ഇസ്ലാമാണ്. വർഗീയതയുടെ സകലമായ മതിൽക്കെട്ടുകളും തച്ചുടച്ച മതമാണ് ഇസ്ലാം. ആ ഇസ്ലാമാണ് എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിച്ച പ്രവാചകരാണ് നമ്മോട് പറഞ്ഞത്. കാലം വല്ലാതെ അടുക്കുകയാണ്. കുഴപ്പങ്ങൾ വെളിവാകുന്നത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, കൊലകൾ അധികരിക്കുന്നത് അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. സ്വന്തം മകന്റെ കൈകൊണ്ട് മരണപ്പെട്ടു പോയ ഉപ്പയാണ്, ഉപ്പയുടെ കൈകൊണ്ട് മരണപ്പെട്ടു പോയ ഉമ്മയാണ്. ജ്യേഷ്ഠൻ അനുജന്മാര് തമ്മിൽ വാക്കേറ്റമുണ്ടായി മരണം സംഭവിച്ചിരിക്കുകയാണ്. ലാ യഅലമുൽ ഖാതിലു ലിമൻ യുഖ്തൽ വലാ യഅലമുൽ മഖ്തൂലു ലിമൻ യുഖ്തൽ. കൊല്ലുന്നവൻ അറിയില്ല എന്തിനാണ് കൊല്ലുന്നതെന്നറിയില്ല, വെട്ടേറ്റ് വീഴുന്നവൻ അറിയില്ല എന്തിനാണ് എന്നെ വെട്ടേൽക്കുന്നത്. കൊല്ലുന്നവനും അറിയില്ല, കൊല്ലപ്പെട്ടവനും അറിയില്ല. എത്രയെത്ര നിരപരാധികളാണ് ബോംബ് തന്നിട്ട് മരണപ്പെട്ടു പോയത്. പല മലമടക്കുകളിൽ നിന്ന് ആർത്തനാദങ്ങളാണ്, അട്ടഹാസങ്ങളാണ്, രോദനങ്ങളാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു ഖുർആനിൽ പറഞ്ഞതെന്നറിയോ? ഇദശംസു കുവ്വിറത്ത്, സൂര്യൻ ചുരുട്ടപ്പെട്ട് കഴിഞ്ഞാൽ, കുവ്വിറത്ത് എന്നാണ് അല്ലാഹു തആല സൂര്യനെ കുറിച്ച് പറഞ്ഞത്. സൂര്യൻ ചുരുട്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഈ സൂര്യൻ ചുരുണ്ടു പോകുന്നൊരു സമയമുണ്ട്. നമുക്കറിയാം, സൂര്യൻ പടിഞ്ഞാറ് പോയി അസ്തമിക്കുന്നു, കിഴക്ക് നിന്ന് ഉദിക്കുന്ന സൂര്യൻ ഒരു നാൾ പടിഞ്ഞാറിൽ നിന്ന് ഉദിക്കുമെന്ന് അതേ പടിഞ്ഞാറൻ ശാസ്ത്രജ്ഞന്മാര് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. സൂര്യൻ ഓരോ ദിവസവും ഉയരുന്നത്, അതിന്റെ റൈസുകള്, അതിന്റെ രശ്മികള്, എന്റെ പ്രിയപ്പെട്ടവരെ, അതിന്റെ പൊസിഷൻ തെറ്റി സഞ്ചരിക്കുകയാണ്. ഓരോ ദിവസവും ഇങ്ങനെ പൊസിഷൻ തെറ്റി 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 അവസാനം സൂര്യൻ പടിഞ്ഞാറിൽ നിന്ന് ഉദിക്കുന്നൊരു സന്ദർഭം വന്നാൽ അന്ന് അല്ലാഹു നമ്മുടെ തൗബ സ്വീകരിക്കുകയില്ല. അല്ലാഹു നമ്മുടെ തൗബ സ്വീകരിക്കുകയില്ല. അന്ന് ഒരാൾ പശ്ചാത്തപിക്കുകയാണെങ്കിൽ അവന്റെ തൗബ അല്ലാഹു സ്വീകരിക്കുകയില്ല. ഖുർആനിൽ അല്ലാഹു സൂര്യനെ കുറിച്ച് പറഞ്ഞു. ഈ സൂര്യനെ സംരക്ഷിക്കാൻ അല്ലാഹു നൽകിയ നെറ്റുകളാണ് അൾട്രാ വയലറ്റുകൾ എന്ന് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു ഉണ്ടാക്കി വച്ച അരിപ്പകളൊക്കെ ഹോൾസ് വന്നു പോയെന്ന് ആധുനിക ശാസ്ത്രം പറയുമ്പോ ഇതൊക്കെ പറയുന്നതിന്റെ ഇടയിലാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞൊരു ഹദീസ് നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തട്ടെ. ഇൻ ഖാമത്തിസ് സാഅ, ഖിയാമത്ത് നാൾ വന്നു കഴിഞ്ഞാൽ, അന്ത്യനാൾ സംഭവിക്കുമെന്ന് നിങ്ങൾ ഒരാൾ അറിഞ്ഞു കഴിഞ്ഞാൽ, നാളെ അന്ത്യനാളെന്ന് അറിഞ്ഞെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഇന്ന് അന്ത്യനാളെന്ന് അറിഞ്ഞാൽ, എങ്ങനെ പഠിപ്പിച്ച ഒരു അധ്യായം എവിടെയാണുള്ളത്? ഇവിടെയാണ് മുത്തായ റസൂലുള്ളാഹിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇൻ ഖാമത്തിസ് സാഅതു വബിയദി അഹദികും ഫസീല, ഖിയാമത്ത് നാൾ സംഭവിക്കുന്ന സമയത്ത് ഒരു മനുഷ്യന്റെ കയ്യിൽ ഒരു ചെടിയുണ്ടെന്നിരിക്കട്ടെ, ഒരു ചെടിയുടെ തണ്ടുണ്ടെന്നിരിക്കട്ടെ. നിനക്ക് സാധിക്കുകയാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഒരു തൈ ഉണ്ടെങ്കിൽ അത് നടാൻ സാധിക്കുമെങ്കിൽ അത് നട്ടുകൊള്ളട്ടെ എന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. ഖിയാമത്ത് നാൾ ഇപ്പൊ അടുക്കുമെന്ന് പറയുമ്പോ ഒരു മനുഷ്യൻ ചെടി വാങ്ങിയിട്ട് കയ്യിൽ വെച്ച് നമ്മൾ ചിന്തിക്കും ഇത് നട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഒരു സെക്കൻഡ് ആണെങ്കിൽ ഒരു സെക്കൻഡ്. ഇവിടെയാണ് പ്രകൃതിയെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ലോകത്ത് പ്രകൃതിയെ സംരക്ഷിച്ച മതാണ് ഇസ്ലാം. ഖിയാമത്ത് നാളെടുക്കുന്ന സമയത്ത് പോലും നിന്റെ കയ്യിൽ ഒരു വൃക്ഷം ഉണ്ടെങ്കിൽ, അതിന്റെ ചെടി ഉണ്ടെങ്കിൽ നടണമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ഖിയാമത്ത് നാൾ അടുത്തിട്ടൊന്നുമില്ല.
എന്നിട്ടും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചെടി നടാറില്ല, നമ്മൾ വൃക്ഷം നടാറില്ല. ഒരാൾക്ക് തണൽ നമ്മളെല്ലാം തട്ടി നിരപ്പാക്കുകയാണ്, ഇല്ലേ? ഭൂമിയെ, അതാണ് ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, ഇല്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വൽ ജിബാല ഔതാദ, ശരിക്കും ശ്രദ്ധിക്കണേ. ഖുർആനായിട്ടുള്ള ബന്ധം വേണം. വെറുതെ ഇങ്ങനെ ഖുർആൻ ഓതിയിട്ട് കാര്യമില്ല. ഓരോ ആയത്തിന്റെയും അർത്ഥങ്ങൾ അറിഞ്ഞ് ഇങ്ങനെ ഈമാൻ വർദ്ധിപ്പിക്കാൻ. നമ്മൾ ആ ഖുർആൻ ഉപയോഗിക്കുന്നപ്പോഴാ നല്ല വീട് കെട്ടിയാൽ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന നല്ല മുസാഫ്, ഉസ്താദ് മുസാഫ് കാറ്റണ്ട്, നമ്മൾ പറയാതെ വല്യമ്മാന്റെ കയ്യിൽ കൊടുത്ത് അത് കൊണ്ടുപോയിട്ട് ഷോക്കേസിൽ വെച്ചാ പിന്നെ ആ മുസാഫ് എപ്പോഴെടുക്കുക? ആ മുസാഫ് എടുക്കണമെങ്കിൽ ആ വീടിന്റെ ഉടമസ്ഥന് മരിക്കണം. അപ്പൊ നമ്മൾ എടുക്കും ഓതാൻ വേണ്ടിട്ട്. ഈ ഒരു ബന്ധേ ഉള്ളു മുസാഫായിട്ട്, ഈ ഒരു ബന്ധേ ഉള്ളു ഖുർആനായിട്ട്. നമ്മൾ ആലോചിക്കണം പ്രിയപ്പെട്ടവരെ. വൽ ജിബാല ഔതാദ, പർവ്വതത്തെ കുറിച്ച് അല്ലാഹു ഖുർആനിൽ പറഞ്ഞു. ഔതാദ്, ആണി എന്ന് പറഞ്ഞ സൗദി അറേബ്യയിൽ പോയ ആളുകൾക്കറിയാം, ഉംറയ്ക്ക് പോയ ആളുകൾക്കറിയാം. ഒരു ആണിയാണ് അടുത്ത പർവ്വതങ്ങൾ, അല്ലേ? ആണി സ്ഥിരപ്പെടുത്തിയിരിക്കുകയാണ്. എന്തിനാണ് അല്ലാഹു ആണികളെ ഇവിടെ നിർത്തിയത്? വൈബ്രേഷൻ ഇല്ലാതിരിക്കാൻ, ഭൂമി പടക്കാതിരിക്കാൻ അല്ലാഹ് നൽകിയതാണ് ഈ ആണി, പർവ്വതം. അഫലാ യൻദുറൂന, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അഫലാ യൻദുറൂൻ, അവര് ചിന്തിക്കുന്നില്ലയോ? നമ്മൾ ആലോചിക്കണം. അവർ ആകാശം എങ്ങനെ ഉയർത്തപ്പെട്ടു എന്നവർ ചിന്തിക്കുന്നില്ല. എങ്ങനെയാണ് ഈ ആകാശം നിൽക്കുന്നത്? നിങ്ങൾ ഇപ്പൊ ഇരിക്കുന്ന എവിടെയാ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നുള്ളത്? എന്താ ഉണ്ടാത്ത? അല്ല, ഒരു പന്തലിന്റെ താഴെ ഇരിക്കുന്നുള്ളത്. ഈ പന്തലൊന്നും നിങ്ങൾ ഊഹിച്ചു നോക്കിയേ. ഇതൊന്നും ഇല്ലാതെ ശൂന്യമായിട്ട് നിൽക്കുന്ന ഈ ശൂന്യതയില് ഒരു തൂണൊന്നും ഇല്ലാതെ നിൽക്കുന്ന നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റോ? സങ്കല്പിക്കാൻ പറ്റോ? എങ്ങനെയാണ് ആകാശം നിൽക്കുന്നത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ചിന്തിക്കണം. അല്ലാഹു തആല പറയുന്നു, ആകാശത്തെ എങ്ങനെയാണ് ഉയർത്തപ്പെട്ടത്? വഇലസ് സമാഇ കൈഫ റുഫിഅത് വഇലൽ ജിബാലി കൈഫ നുസിബത്, പർവ്വതത്തെ എങ്ങനെയാണ് നാട്ടപ്പെട്ടത്? അങ്ങനെ ആയിരിക്കണം നമ്മുടെ ചിന്തകള്. എങ്ങനെ നാട്ടപ്പെട്ടത്? ഇതിന്റെയൊക്കെ പിന്നിൽ വല്ലാത്ത രഹസ്യമുണ്ട്. നമ്മൾ കാണാത്ത പലതും ലോകത്തുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ കയ്യിൽ ബില്യൺ കണക്കിന് വരുന്ന ബാക്ടീരിയ എന്റെ കയ്യിലുണ്ട്. നിങ്ങളെ കയ്യിലുണ്ടോ? ഉണ്ടോ? ഇല്ലേ? ഉണ്ട്. ശാസ്ത്രത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നവരാണ്. ബില്യൺ കണക്കിന് വരുന്ന ബാക്ടീരിയ ഉണ്ട്. ഇത് കാണാനുള്ള കാഴ്ച അല്ലാഹ് നമ്മുടെ കണ്ണിന് തന്നാല് എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ഛർദിച്ചു പോകും നമ്മള്, ഇല്ലേ? ഒരാൾക്ക് കൈ കൊടുക്കൂല. നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖത്ത് നിനക്ക് ചുംബിക്കാൻ കഴിയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരാഴ്ച കൂടുമ്പോൾ അതെ രാത്രികാലത്ത് ഇണചേരുന്ന ബാക്ടീരിയകള് നമ്മുടെ മുഖത്തുണ്ട്. ഈ ബാക്ടീരിയ എങ്ങാനും കാണാനുള്ള കാഴ്ച അല്ലാഹു ഈ കണ്ണിന് തന്നിട്ടുണ്ടെങ്കിൽ ഒരാളും ഒരാളുടെ ഭാര്യയെ ചുംബിക്കില്ല. വെറുപ്പൊരു തറയിലേക്ക് അയറ്റൂല. ചിലപ്പോ കല്യാണം അയക്കൂല. ആലോചിച്ചു നോക്കിയ ആ ഒരു രംഗം പടച്ചോന് മറ തന്നിരിക്കുകയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കി. ബില്യൺ കണക്കിന് ഒരു ബാക്ടീരിയ മനുഷ്യന്റെ ശരീരത്തിലുണ്ട്. ഇതൊക്കെ കാണാനുള്ള കാഴ്ച അല്ലാഹ് നൽകിയ എന്തായിരിക്കും അവസ്ഥ? എല്ലാം അല്ലാഹു മറച്ചു വെച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ടവര്, ഇതിന്റെയൊക്കെ പിന്നിൽ വല്ലാത്ത രഹസ്യങ്ങളുണ്ടെന്ന് നാം ചിന്തിക്കണം. ഇത് ചിന്തിക്കുന്നവനാണ് ബുദ്ധിയുള്ളവന്. എന്റെ പ്രിയപ്പെട്ടവരെ, വൽ ജിബാല ഔതാദ, അല്ലാഹു തആല പർവ്വതത്തെ കുറിച്ച് പറഞ്ഞത് ആണി എന്നാണ്. ഈ ആണിയെ മനുഷ്യൻ പോയിട്ട് തുരന്നത്രേ. എന്തിനാ? പണത്തോടുള്ള ആർത്തി, സമ്പത്തിനോടുള്ള ആർത്തി. വലിയ വലിയ ജെസിബികൾ കൊണ്ടുപോയി പർവ്വതങ്ങൾ തുരന്നപ്പോഴോ ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഖറജത്തിൽ അർളു അസ്ഖാലഹാ, ഭൂമി കിടിലം കൊണ്ടപ്പോ, ഭൂമി പ്രകമ്പനം കൊണ്ടപ്പോ, ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ, ഭൂമി പ്രകമ്പനം കൊണ്ടാൽ
ചോദിച്ചാൽ ഏത് യൂണിവേഴ്സിറ്റിയിൽ വെച്ചിട്ടാണ് ഭൂമിയുടെ പ്രകമ്പനത്തെ കുറിച്ച് പറഞ്ഞത്? ഏത് ഭൗമാന്തരീക്ഷത്തെ കുറിച്ചാണ് പറഞ്ഞത്? ഏത് ഗുരുത്വാകർഷണത്തെ കുറിച്ചാണ് പറഞ്ഞത്? ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഖറജത്തിൽ അർളു അത്ഖാലഹാ. ഭൂമി അതിന്റെ ഭാരങ്ങൾ പുറത്തേക്ക് പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഒന്ന് കുലുങ്ങിയാൽ മതി ഭൂകമ്പോ, ഒന്ന് ഭൂമി കുലുങ്ങിയാൽ മതി. എന്റെ പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ഞാൻ ഭൂകമ്പത്തെ കുറിച്ച് പറഞ്ഞ് റമദാനിലല്ല, കഴിഞ്ഞ റമദാനിന് ശേഷം പ്രിയപ്പെട്ടവരെ ഞാൻ ഗൾഫിലായിരുന്നുണ്ടായിരുന്നത്. ഇസ്ലാമിക് സെന്ററിൽ അവിടെ പരിപാടി ഉണ്ടായി, ഷാർജയിൽ പരിപാടി ഉണ്ടായി. അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ടവരെ പല കടകളും ഉദ്ഘാടനം ചെയ്യാനുണ്ടായി. അങ്ങനെ പോയ സമയത്ത് ഞാൻ എന്റെ സുഹൃത്തിന്റെ റൂമിലായിരുന്നു. എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, ഞാൻ അങ്ങോട്ട് സ്നേഹിക്കുന്ന, ഞങ്ങൾ ഒന്നിച്ചു പഠിച്ച ദുബായിൽ സ്പെയർ പാർട്സിന്റെ കട നടത്തുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് PH ബഷീർ പാറപ്പള്ളി, അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ആ സുഹൃത്തിന്റെ റൂമിലായിരുന്നു ഞാൻ താമസിച്ചത്. അന്ന് രാത്രി ഞാനും ബഷീറും അവന്റെ സുഹൃത്തും ഒരു പരിപാടി കഴിഞ്ഞുകൊണ്ട് രാത്രി ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ വരുമ്പോഴാണ് അറിഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഫുജൈറയുടെ ഭാഗത്ത് ഭൂമി കുലുങ്ങിയിട്ട് എല്ലാരും ഫ്ലാറ്റിൽ നിന്ന് വന്നിട്ട് ശൂന്യമായ സ്ഥലത്ത് നിൽക്കുകയാണ്. ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. പലരും നാട്ടിൽ നിന്ന് വിളിക്കാൻ തുടങ്ങി. ഗൾഫ് ഒന്ന് കുലുങ്ങിയാൽ ഒന്ന് ആലോചിച്ചു നോക്കണേ പ്രിയപ്പെട്ടവരെ. ഒന്ന് ഗൾഫ് വേണ്ടതുപോലെ കുലുങ്ങിയാൽ അതോടെ ഗൾഫ് തീർന്നുപോയി. ഒന്ന് ആലോചിക്കണേ. ഗൾഫ് രാജ്യത്ത് പോകുന്ന നമ്മുടെ നാട്ടുകാരുണ്ട്. ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്നവർ, എണ്ണപ്പാടത്ത് എല്ലുമുറിയോളം പണിയെടുക്കുന്നവർ, പ്രായമായ പെങ്ങളെ ഓർത്ത് പോയവര്, വീടില്ലാത്ത പ്രയാസം പറഞ്ഞു പോയവര്. ആ ഗൾഫുകാരന്റെ വിയർപ്പിന്റെ ഗന്ധമാണ് ഈ കാണുന്ന മദ്രസകള്, ഈ കാണുന്ന പള്ളികള്. ഇവിടുത്തെ പാവപ്പെട്ട പെൺകുട്ടിയുടെ കഴുത്തിൽ ചാർത്തപ്പെട്ട മംഗല്യമാലക്ക് പ്രവാസിയുടെ വിയർപ്പിന്റെ ഗന്ധമുണ്ട്. ഞാൻ എപ്പോഴും പ്രവാസിക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ ചില ആൾ ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തിനാണ് പ്രവാസികൾക്ക് വേണ്ടി ഇങ്ങനെ ദുആ ചെയ്യുന്നത്? പ്രവാസികളെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അവർ ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടാണ് സ്വന്തം വീട്ടിലെ പെങ്ങള് വലുതായത് അറിഞ്ഞിട്ട്, മക്കള് വലുതായത് അറിഞ്ഞിട്ട് ആരെങ്കിലും പിരിവിന് പോയാൽ എടുത്തു കൊടുക്കുന്നവരാണ് പ്രവാസി. അവർ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നവരാണ് പ്രവാസി. സ്നേഹത്തിന്റെ വാക്ക് പറയുന്നവരാണ് പ്രവാസി. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ഞങ്ങളെ വാഹനത്തിലൂടെ സഞ്ചരിച്ചു ഇതൊക്കെ ഞങ്ങൾ കേട്ടിട്ട് പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ റൂമില് ഏകദേശം 1-2 മണിയായി ഈ റൂമിലെത്താൻ. ഞങ്ങൾ റൂമിലേക്ക് എത്തി. എല്ലാം ഫ്രഷ് ആയതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും റൂമിൽ കിടക്കുകയാ. സുബ്ഹാനല്ലാഹ്, ഭൂകമ്പത്തെ കുറിച്ച് പ്രസംഗിച്ചിട്ടുണ്ട്, ഭൂകമ്പത്തെ കുറിച്ച് പ്രസംഗിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. കിടന്ന കട്ടിലങ്ങോട്ട് കുലുങ്ങാൻ തുടങ്ങുകയാ, ഫ്ലാറ്റ് അങ്ങോട്ട് കുലുങ്ങാൻ തുടങ്ങുകയാ. ഞങ്ങൾ രണ്ടുപേരും പേടിച്ചു പോയിരിക്കുകയാ. ആലോചിച്ചു നോക്കണം എന്റെ പ്രിയപ്പെട്ടവരെ, ആലോചിച്ചു നോക്കണേ പ്രിയപ്പെട്ടവരെ. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഖറജത്തിൽ അർളു അത്ഖാലഹാ വഖാലൽ ഇൻസാനു മാലഹാ. മനുഷ്യൻ എന്ത് സംഭവിച്ചു ഭൂമിക്ക്? അങ്ങനെയാണ് ഭൂമി ഇങ്ങനെ വറക്കാൻ തുടങ്ങിയത്. അല്ലാഹു പിടിച്ചു നിർത്തിയല്ലാതെ ലോകത്തൊരു ശാസ്ത്രത്തിനും ഭൂമിയെ പിടിച്ചു നിർത്താൻ പറ്റൂല. ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ കടന്നു വന്നാലോ ആധുനിക നൂറ്റാണ്ടിലെ ശാസ്ത്രമേ, ആധുനിക നൂറ്റാണ്ടിലെ സോഷ്യൽ വർക്കർമാര്, ആധുനിക നൂറ്റാണ്ടിലെ ഫെമിനിസ്റ്റുകള്, ആധുനിക നൂറ്റാണ്ടില് ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകള്, എന്തേ നിങ്ങൾ ഈ ഹദീസ് കാണാതെ പോയത്? ഒരു മരത്തിന്റെ ചെടിയുടെ തണ്ട് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ഖിയാമത്ത് നാൾ നിങ്ങൾ അടുത്തെന്ന് അറിഞ്ഞാൽ സാധിക്കുമെങ്കിൽ, നടാൻ സാധിക്കുമെങ്കിൽ അവൻ അത് ചെയ്തു കൊള്ളട്ടെ എന്ന് ലോകത്തിന്റെ നേതാവ് ശഫീഉനാ റസൂലുള്ളാഹി ഉറക്കെ പറയൂ, നബി മുഹമ്മദ് മുസ്തഫ.
ആ പ്രവാചകർ പഠിപ്പിക്കുകയാണ്. ഹദീസ് മുസ്ലിം ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസ് ശ്രദ്ധിക്കണേ. ഫസഈദ അലൽ മിമ്പർ, അല്ലാഹുവിന്റെ റസൂൽ മിമ്പറിന്റെ മുകളിൽ കയറി. ഫഖതബിന, എന്നിട്ട് ഞങ്ങളോട് പ്രസംഗിച്ചു. ثم صعد على المنبر حتى غربت الشمس. ളുഹർ വരെ അല്ലാഹുവിന്റെ റസൂൽ മിമ്പറിൽ കയറി പ്രസംഗിച്ചു. ളുഹർ വരെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും അസ്ർ വരെ അല്ലാഹുവിന്റെ റസൂൽ പ്രസംഗിച്ചു. അങ്ങനൊന്നും പ്രസംഗിക്കാറില്ല റസൂലുള്ളാഹി തങ്ങൾ. മനുഷ്യന് വിഷമുണ്ടാക്കുന്ന രൂപത്തിൽ പ്രസംഗിക്കാറൊന്നുമില്ല. റസൂലുള്ളാഹിക്ക് ഇഷ്ടമില്ലാത്ത വിഷയമാണ്, ഒരാളെ വിഷമിപ്പിക്കാൻ പാടില്ല. പക്ഷെ ഇത് വല്ലാത്തൊരു ഗൗരവമുള്ള വിഷയമാണ്. ആലോചിച്ച് നോക്കണം. ളുഹർ വരെയും വീണ്ടും അസ്ർ വരെയും. ثم صعد على المنبر حتى غربت الشمس, സൂര്യൻ അസ്തമിക്കുന്നവരെയും അല്ലാഹുവിന്റെ റസൂൽ പ്രസംഗിച്ചു. ഫഖബർനാ ബിമാ കാന വബിമാ ഹുവ കായിനുൻ ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരെ വരാനിരിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ഖിയാമത്ത് നാൾ അടുക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ശ്രദ്ധിക്കണേ, ഖിയാമത്ത് നാൾ വരെ എന്തൊക്കെ ഇവിടെ നടക്കാനുണ്ടോ ഒക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ളുഹർ വരെ പ്രസംഗിച്ചു, അസ്ർ വരെ പ്രസംഗിച്ചു, മഗ്രിബ് വരെ പ്രസംഗിച്ചു. എല്ലാ കാര്യവും ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോ, നബി തങ്ങളുടെ നിയോഗമുണ്ടല്ലോ, അത് തന്നെ ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. ബുഇസു അന വസ്സാ ഞാനും ഖിയാമത്ത് നാളോ ഇപ്രകാരമാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. എന്താ പറഞ്ഞത്? ഞാനും ഖിയാമത്ത് നാളെ ഇപ്രകാരമാണ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്ത് തന്നെ ഖിയാമത്ത് നാളിന്റെ അടയാളാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ചിന്തിക്കണം. ഇന്നമാ ബഖാഉകും ഫീമാ സലഫ ഖബ്ലകും മിനൽ ഉമമി മാ ബൈന സ്വലാത്തിൽ അസ്രി ഇലാ ഗുറൂബിശ് ശംസ്. നിങ്ങളുടെ മുമ്പുള്ള സമുദായവുമായി ചേർത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അവശേഷിക്കുന്ന സമയം അസ്ർ നിസ്കാരത്തിന്റെയോ സൂര്യനസ്തമത്തിന്റെയും ഇടയിലുള്ള സമയം മാത്രമാണ്. നമ്മൾ ദുനിയാവിലുള്ളത് അസറിന്റെയും മഗ്രിബിന്റെ ഇടയിൽ ആകെ എത്ര സമയമുള്ളത് അല്ലേ? വളരെ തുച്ഛായ സമയമല്ല അസറും മഗ്രിബിന്റെ ഇടയിലുള്ളൂ. ആര് പറഞ്ഞതാ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ. ഇന്നമാ ബഖാഉകും ഫീമാ സലഫ ഖബ്ലകും മിനൽ ഉമമി, നിങ്ങളുടെ മുമ്പുള്ള സമുദായമായി ചേർത്ത് നോക്കുമ്പോ നിങ്ങൾക്ക് കുറച്ച് ആയുസുള്ളൂ, കുറച്ച് കാലം നിങ്ങൾ ദുനിയാവിൽ ഉണ്ടാവുകയുള്ളൂ. എന്നിട്ട് പറഞ്ഞു ഇലാ ഗുറൂബിശ് ശംസ്, അസറിന്റെയും മഗ്രിബിന്റെയും ഇടയിലുള്ള തുച്ഛമായ സമയമാണ് നമ്മൾ ഈ ഭൂമി ലോകത്ത് ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവർ, എന്നിട്ട് നമുക്ക് അഹങ്കാരത്തിന്റെ കുറവുണ്ടോ? അഹങ്കാരത്തിന് നമുക്ക് കുറവുണ്ടോ? പണം കൊണ്ടുള്ള അഹങ്കാരം, ആരോഗ്യം കൊണ്ടുള്ള അഹങ്കാരം, സൗന്ദര്യം കൊണ്ടുള്ള അഹങ്കാരം, വീട് കൊണ്ടുള്ള അഹങ്കാരം, വാഹനം കൊണ്ടുള്ള അഹങ്കാരം. മനുഷ്യ, അഹങ്കരിക്കാൻ നിനക്ക് എന്തുണ്ട്? രാവിലെ എഴുന്നേൽക്കുമ്പോ രണ്ട് മൂക്കില് അല്ലെ ജലദോഷം പിടിച്ചിട്ട് ഈ മൂക്കൊന്ന് അടഞ്ഞാ മതി, തീർന്നു. നമ്മൾ ഓടും, ഓക്സിജൻ കിട്ടൂല എന്ന് പറഞ്ഞിട്ട്. ആലോചിച്ച് നോക്കണം, ഇത്രയുള്ള മനുഷ്യന്റെ കഥ ഇത്രയേ ഉള്ളൂ. സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വീണ് മരിച്ചുപോയവര് ഇല്ലേ? ഈ അടുത്താണ് ഒരാള് പാട്ട് പാടുമ്പോ മലപ്പുറത്ത് വെച്ചുകൊണ്ടിട്ട് മരിച്ചുപോയി. ലോകത്തെ വലിയ ശാസ്ത്രം പഠിപ്പിച്ച ആളുകൾ വീണ് മരിച്ചു പോയിട്ടുണ്ട് ഇല്ലേ? നമുക്കറിയാം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന അല്ലേ ഒരാള് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോ ഇന്ത്യയുടെ ഒരു രാഷ്ട്രപതി മരിച്ചു. ആരാണത്? ആരാണ് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോ മരിച്ചത്? അറിയില്ല. ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോ വീണ് മരിച്ചുപോയത്. ശാസ്ത്രത്തിന്റെ കലവറകൾ തുറന്ന് മാനവന് ശാസ്ത്രീയമായ വിശേഷണങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്ത ശാസ്ത്രജ്ഞനായിരുന്ന ഒരു മുസ്ലിം. ആരാണ്? അദ്ദേഹം മരിച്ചെങ്ങനെയാണ്? പ്രസംഗിക്കുമ്പോ അറിഞ്ഞില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കണം. പറഞ്ഞു വരും ഇത്രയുള്ള മനുഷ്യന്റെ അവസ്ഥ. എന്ത് കണ്ടിട്ട് നമ്മൾ അഹങ്കരിക്കുന്നത്? ഞാൻ 5 മിനിറ്റ് വായ അടച്ചാൽ, നിങ്ങൾ 5 മിനിറ്റ് വായ അടച്ചാൽ നമ്മുടെ വായയിൽ നിന്ന് വരുന്നത് ദുർഗന്ധമാണ്. സുഗന്ധമല്ല. ഒന്ന് കണ്ണടച്ച് തുറന്നു കഴിഞ്ഞാൽ അല്ലാഹു കണ്ണിന്റെ സൈഡിൽ തന്ന വേസ്റ്റ് ബോക്സ് ഉണ്ടല്ലോ. ഏതാണ് ഈ കണ്ണിന്റെ വേസ്റ്റ് ബോക്സ് ഉണ്ടല്ലോ? അവിടെ വരുന്നത് അഴുക്കുകളാ.
ആലോചിച്ചു നോക്ക്. ഒരാൾ അസൂയ തോന്നിയിട്ടൊരു പെണ്ണിന്റെ മുഖത്ത്, മാതകത്വം തുളുമ്പുന്ന മുഖത്ത് ബ്ലേഡ് എടുത്തിട്ടൊരു വര വരച്ചെന്നിരിക്കട്ടെ, മുഖത്തൊരു സ്ക്രാച്ച് വീണ് കഴിഞ്ഞാൽ അവിടെ നിന്ന് വരുന്നത് ചന്ദനത്തൈലമല്ല, ദുർഗന്ധമാണ്. അവിടെ വരുന്നത് വ്രണങ്ങളാണ്, അവിടെ വന്നിരിക്കുന്നത് ഈച്ചകളാണ്. ഇത്രയുള്ളൂ മനുഷ്യന്റെ അവസ്ഥകള്. എന്തിനാണ് നമ്മൾ അഹങ്കരിക്കാൻ നിൽക്കുന്നത്? ആധുനിക ശാസ്ത്രം പറയുന്നതറിയുമോ? ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ, ശ്രദ്ധിക്കണേ, ഒരു മനുഷ്യനെ മരിച്ചു കഴിഞ്ഞിട്ട് കബറടക്കിയിട്ട് പാവുകല്ലിന്റെ അടിയിൽ കിടത്തിയാൽ 3-ാമത്തെ ദിവസം പ്രിയപ്പെട്ടവരെ അവന്റെ മൂക്ക് ഒലിച്ചു പോകുമെന്ന് ശാസ്ത്രം പറയാൻ. 3-ാമത്തെ ദിവസം അവന്റെ മൂക്ക് ഒലിച്ചു പോവുകയാണ്. എത്ര മാത്രമാണ് നീ നിന്റെ മുഖം, നിന്റെ ഫേസ് നീ ഭംഗിയാക്കിയത്, എത്രയാണ് നീ കണ്ണാടിയിലേക്ക് നോക്കിയത്. മുഖത്തൊരു ചെറിയൊരു ഉണര് വരുമ്പോഴേക്ക് നമുക്ക് ടെൻഷനാ. മുഖത്ത് വാർദ്ധക്യത്തിന്റെ കുത്തി വീഴുമ്പോൾ പടച്ചോനെ പ്രായം കടന്നു വരികയാണല്ലോ എന്ന ചിന്ത നമ്മളെ കടന്നു വരികയാ. എങ്കിലൊന്ന് ആലോചിക്കണേ പ്രിയപ്പെട്ടവരെ, തുച്ഛമാണ് ഈ ദുന്യാവിലുള്ളത്. പോകാനുള്ളവരാണ് നമ്മൾ, പോകാനുള്ളവരാണ്. നിന്റെ വീട്ടിന്റെ മുറ്റത്ത് അതേ കൊണ്ടുപോയി വെച്ചിരിക്കുന്ന അതേ ബ്രാൻഡ് കാറുകളുണ്ടല്ലോ, ആ കാറ് നോക്കാത്തൊരു സമയമുണ്ട്. ഈ ജുമഅത്ത് പള്ളിയില്, ഈ പാണത്തൂര് ജുമഅത്ത് പള്ളിയിൽ ഒരു വാഹനമുണ്ട്. ഏതാണ് ആ വാഹനം എന്നറിയോ? ഇന്ധനത്തിന്റെ ആവശ്യമില്ലാത്ത, പെട്രോളിന്റെ ആവശ്യമില്ലാത്ത, രജിസ്റ്ററിന്റെ ആവശ്യമില്ലാത്ത, ഡ്രൈവറിന്റെ ആവശ്യമില്ലാത്ത, പണക്കാരന് കിടന്ന വാഹനമേ, പണിക്കാരന് കിടന്ന വാഹനമേ, യോഗ്യൻ കിടന്ന വാഹനമേ, അയോഗ്യൻ കിടന്ന വാഹനമേ, സൗന്ദര്യമുള്ളവൻ വിരൂപൻ കിടന്ന വാഹനമേ, പെണ്ണ് കിടന്ന വാഹനമേ, ആണ് കിടന്ന വാഹനമേ. ആ വാഹനം നമ്മുടെ വീട്ടുമുറ്റത്ത് കൊണ്ടുവച്ചാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവസാനമായിട്ട് ആ മുഖമൊന്ന് കാണാൻ വീട്ടുകാര് വരികയാണ്. ഭാര്യ അവസാനത്തൊരു ചുംബനം അർപ്പിക്കുകയാ, മക്കള് പൊട്ടിക്കരയുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നെ ഒരിക്കലും നീ നിന്റെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നില്ല. അവസാനത്തെ യാത്രയാണ്. ഇനി ഒരു ഫംഗ്ഷനിലുമില്ല, മോളെ നിക്കാഹിന് ഇനി ഉണ്ടാവുകയില്ല, അനുജന്റെ നിക്കാഹിന് ഇനി ഉണ്ടാവുകയില്ല, ഇനി ഒരു ഉറൂസിനും കടന്നു വരികയില്ല, ഒരു നബിദിന റാലിയിലും ഉണ്ടാവുകയില്ല, ഒരു ഫുട്ബോൾ കാണാനും ഉണ്ടാകില്ല, ഒരു ക്രിക്കറ്റ് കാണാനും ഉണ്ടാകില്ല, ഒരു മുഷ്ടി ചുരുത്താനും ഉണ്ടാവുകയില്ല, വിപ്ലവാദ്യങ്ങൾ അർപ്പിക്കാനുണ്ടാകില്ല, ഘോരഘോര സംസാരിക്കാനുണ്ടാകില്ല. ഒടുക്കത്തെ യാത്ര പോവുകയാണ്, മടക്കമില്ലാത്ത യാത്ര പോവുകയാണ്. ആ സമയത്ത് വല്ലാത്തൊരു കരച്ചിലുണ്ട്, വീട്ടിൽ നിന്ന് വല്ലാത്ത കരച്ചില്, ഒരാൾക്കും സമാധാനിപ്പിക്കാൻ കഴിയാത്ത കരച്ചിലാണ്, അന്ത്യത്തിന്റെ കരച്ചിലാണ്. എന്നിട്ട് നമ്മെ കൊണ്ടുപോവുകയാണ് ഈ പള്ളിക്കാട്ടിലേക്ക്. ഇവിടെ നമ്മുടെ ഉപ്പ കിടക്കുന്നുണ്ട്, ഉമ്മ കിടക്കുന്നുണ്ട്, സുഹൃത്ത് കിടക്കുന്നുണ്ട്, കുടുംബക്കാര് കിടക്കുന്നുണ്ട്. എത്ര ആരോഗ്യവാന്മാരെ കൊണ്ടുപോയിട്ടാണ് നമ്മളിവിടെ കിടത്തിയത്. എത്ര സുന്ദരന്മാര്, എത്ര സുന്ദരിമാരാണ് ഈ പള്ളിക്കാട്ടിൽ കിടക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെയും ഒരു നാള് കൊണ്ടുപോയി കിടത്തുകയാ. ഈ ദുന്യാവിൽ നമ്മൾ കുറച്ചു കാലം മാത്രമാണുള്ളത്. ഈ ദുന്യാവിനെ കുറിച്ച് തന്നെ പറഞ്ഞത് അസറിന്റെയും മഗ്രിബിന്റെയും ഇടയിലുള്ള സമയം മാത്രമാണ് ഈ ദുന്യാവ്. എന്നിട്ടോ ആ കബറിൽ നമ്മളെ കിടത്തിക്കഴിഞ്ഞാൽ ആധുനിക ശാസ്ത്രം പറയാണ്, ആദ്യം പോകുന്നത് മൂക്ക. ഈ മൂക്കങ്ങോട്ട് ഒലിച്ചു പോകും. 3-ാമത്തെ ദിവസം, 6-ാമത്തെ ദിവസം നമ്മുടെ കയ്യിലുള്ള നഖമുണ്ടല്ലോ, അല്ലാഹു സൗന്ദര്യമായി നൽകിയ നഖങ്ങളുണ്ടല്ലോ, ഈ നഖമില്ലാത്തൊരു വിരലിനെ കുറിച്ച് നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റോ? പടച്ചവൻ തന്ന നല്ല മാർബിൾ കല്ല് പോലെ അല്ലാഹു സ്മൂത്താക്കി തന്നിരിക്കുന്ന ഈ നഖമുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, ഈ നഖത്തിനെങ്ങാൻ അല്ലാഹു ബ്ലഡ് നൽകിയിരുന്നെങ്കിൽ നഖം മുറിക്കുമ്പോൾ വേദനിക്കും. എത്ര ബ്ലഡ് ഇല്ലാത്ത കൊണ്ടാണ് നഖം മുറിക്കുമ്പോൾ വേദനയില്ലാത്തത്. 6-ാമത്തെ ദിവസം നിന്റെ നഖങ്ങളൊക്കെ ഊരി വീഴുന്നതാ. 9-ാമത്തെ
ഒമ്പതാമത്തെ ദിവസം നിന്റെ തലമുടിയുണ്ടല്ലോ, നിന്റെ താടി രോമമുണ്ടല്ലോ, എന്റെ പ്രിയപ്പെട്ട പെണ്ണേ, നീ മിനുക്കി വെച്ച നിന്റെ മുടികളുണ്ടല്ലോ, അതേ ഒമ്പതാമത്തെ ദിവസം നമ്മുടെ മുടി മുഴുവനും ഖബറിൽ വീഴുകയാ. ആരെങ്കിലും ഒമ്പതാമത്തെ ദിവസം ഖബറൊന്ന് തുറന്നാൽ ഖബർ നിറയെ മുടികളാണ്. 1000 2000 കൊടുത്ത് ഭംഗിയാക്കി വെച്ച നിന്റെ മുടികളുണ്ടല്ലോ, അല്ലാഹു പൊരുത്തപ്പെടാത്ത നിലയിൽ മുറിച്ചു മാറ്റിയ മുടികളുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഞാൻ അങ്ങോട്ടൊന്നും കടക്കുന്നില്ല. അതേ ഒമ്പതാമത്തെ ദിവസം ഖബർ നിറയെ മുടികളാണ്. ഇനിയോ നിങ്ങൾ ആലോചിക്കണേ, ആ ഖബറിൽ കിടന്ന സുന്ദരിയുണ്ടല്ലോ, സുന്ദരനുണ്ടല്ലോ, പണക്കാരനുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവര്, മണ്ണോട് ചേർന്ന് കിടക്കുമ്പോ 17ാമത്തെ ദിവസം എന്താണ് സംഭവിക്കുന്നതെന്നറിയുമോ? അല്ലാഹു നിനക്ക് നൽകിയ പള്ളയുണ്ടല്ലോ, ആ പള്ള പൊട്ടിത്തെറിച്ചു ചിന്നിച്ചിതറി നിന്റെ ഖബർ നിറയെ ദുർഗന്ധമോ. എന്നിട്ടോ നിന്നെ കാത്തു നിൽക്കുന്നത് വെള്ളപ്പട്ടാളങ്ങളാണ്. ലിപ്റ്റിക്ക് തേച്ച നിന്റെ ചുണ്ടിൽ വന്നിട്ടിരിക്കുന്നത് പുഴുക്കളാണ്. ഭംഗിയാക്കി വെച്ച നിന്റെ മുഖത്ത് വന്നിരിക്കുന്നത് പുഴുക്കളാണ്. എവിടെന്നാണ് ഈ പുഴുക്കൾ വന്നത്? അതേ ഖബറിന്റെ അകത്ത് വെച്ച് തന്നെ അല്ലാഹു പ്രൊഡക്റ്റ് ചെയ്തതാ. എന്റെ പ്രിയപ്പെട്ടവര്, ഇത്രയുള്ള മനുഷ്യന്റെ അവസ്ഥ. അതുകൊണ്ട് മാബൈന സലാത്തിൽ അസ്രി ഇലാ ഗുറൂബി ശംസ്, ഈ നാളെന്ന് പറയുന്നത് തുച്ഛം മാത്രമാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഒരുപാട് അടയാളങ്ങൾ അനുഭവിച്ചവരാണ് നമ്മള്. എന്നിട്ട് ചിന്ത വന്നിട്ടുണ്ടോ എന്ന് 5 വക്ത് നിസ്കരിക്കണമെന്ന് ഞാൻ ആലോചിക്കുകയാണ്. പ്രിയപ്പെട്ടവര്, രാവിലെ നമ്മൾ എഴുന്നേറ്റിട്ടുണ്ടല്ലോ, സുബ്ഹിന്റെ സമയത്ത് നമ്മൾ എഴുന്നേറ്റപ്പോ ചിന്ത വരാറുണ്ട്, ഏതുണ്ട് എഴുന്നേറ്റു, 1-2 റക്അത്ത് സുബ്ഹി നിസ്കരിക്കാം. ഇല്ല, ഉറൂസിന്റെ അവസാന ദിവസങ്ങളിൽ രാത്രി നമ്മൾ ഉറങ്ങാറില്ലല്ലോ. ഒരു ഭാഗത്ത് അറച്ചു മുറിക്കുന്നുണ്ടാവും, അതൊക്കെ ആ സമയത്താണ് പള്ളിയിൽ വാങ്ങിക്കൊടുക്കുന്നത്, അല്ലേ? ആ സമയത്ത് കുറെ ആൾ ഉറക്കൊഴിഞ്ഞിട്ടുണ്ടാവും. എന്നാൽ പടച്ചോരെ, ഞാൻ ജീവിതത്തിൽ ഇങ്ങനെ ആ റമദാനിൽ സുബ്ഹി നിസ്കരിച്ചല്ല, മറ്റച്ചാൽ ഞാൻ നിസ്കരിച്ചിട്ടില്ല. ഏതുണ്ട് ഞാൻ ഉറങ്ങുന്നില്ല, 2 റക്അത്ത് ഇല്ല. ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ പരാജയം എന്താണ് ഏറ്റവും വലിയ? സുബ്ഹി നിസ്കരിക്കാത്ത. സുബ്ഹി നിസ്കാരം ഖലാക്കുന്ന നമ്മുടെ വീട്ടിൽ ബർക്കത്തില്ലാത്ത. ചില ആള് പറയും, ഉസ്താദെ വീട്ടിൽ ബർക്കത്തില്ല. പഴയ കാലത്ത് ഗൾഫ് നിങ്ങൾക്കറിയോ, ഒരു സൂപ്പർ മാർക്കറ്റ് കടയില്ല, വലിയ മുതലാളിയാ. ഇന്ന് 8-9 സൂപ്പർ മാർക്കറ്റുള്ള ആള് വന്നിട്ട് പറയാണ്, ഉസ്താദെ തീരെ ബർക്കത്തില്ല, ഇല്ലേ? കടാണ്, പ്രയാസം. എന്റെ ബറക്കത്തുകൾ നമ്മൾ എടുത്തു മാറ്റി. പഴയ കാലത്ത് ഗൾഫിലേക്ക് പോയത് എപ്പോഴാ ഗൾഫിൽ പോയത്? രാവിലെ ഗൾഫിൽ പോകും, അല്ലേ? നേരം പുലരിന് മുമ്പ് ആ ബോംബെ ബസ് ഉണ്ട്. നമ്മൾ പാണത്തൂരായത് കൊണ്ട് ചിലപ്പോ ജീപ്പ് പിടിച്ചിട്ട്, അന്ന് കാറൊന്നുമില്ല. ഞാൻ ആദ്യമായിട്ട് പാണത്തൂർ കാറ് കണ്ടത് അംബാസഡർ, നമ്മുടെ മണവാട്ടിയായിക്കാക്ക് പഴയൊരു, അന്ന് ഞാൻ മദ്രസ പഠിക്കുന്ന സമയം നമ്മളൊക്കെ ഓടിയിട്ടുണ്ടാവും ഒന്ന് പോയിട്ട് തൊടാൻ വേണ്ടിട്ട്. തൊണ്ടപ്പോ വലിയൊരു സന്തോഷാണ്. ആ അംബാസഡർ കാറ് തൊട്ട സന്തോഷം ആലോചിച്ച് നോക്കണം നിങ്ങള്. നമ്മുടെ നാട് എങ്ങനെയാ ഉണ്ടായത്? നമ്മുടെ നാടിന്റെ അവസ്ഥ എങ്ങനെയായിരുന്നു ഉണ്ടായത്? കാഞ്ഞങ്ങാടേക്ക് യാത്ര പോകും, ഉപ്പന്റെ കൂടെ കാഞ്ഞങ്ങാട് ഉപ്പന്റെ നാട്ടിൽ പോകുമ്പോ കാഞ്ഞങ്ങാട് എത്താനായി അറിയില്ല എങ്ങനെയാ. പാറപ്പള്ളി എത്തും, ആ പഴയ റിക്ഷ ഉണ്ടല്ലോ, ഓരോന്നിങ്ങനെ വരും. പാണത്തൂരൊക്കെ റിക്ഷ, പാണത്തൂർ ഒരിക്കൽ റിക്ഷ വന്ന എനിക്ക് ഓർമ്മയുണ്ട്. നമ്മുടെ ഏരത്ത് മരണപ്പെട്ടു പോയ അബ്ദുള്ളച്ചേടെ ആ വീട്ടിലേക്ക് ഒരിക്കലും പണ്ട് കുറെ എന്റെ ഓർമ്മയാണ്. ചെറിയൊന്നൊരു ആരോ ഒന്നും റിക്ഷ അടന്നൊരു പരിപാടിക്ക് വന്നപ്പോ ഇങ്ങനെ പൊതിഞ്ഞൊരു ഓർമ്മ എനിക്ക് ഉണ്ട്. ആലോചിച്ച് നോക്കണം. പാറപ്പള്ളി എത്തുമ്പോ ഏകദേശം ഞാൻ വിചാരിച്ചു പഠിച്ചോനെ കാഞ്ഞങ്ങാട് എത്താനായി. ബസ്സിൽ കയറി ഉടനെ ഛർദ്ദിക്കുന്നതാണ്. യാത്ര ചെയ്തിട്ട് പരിചയമില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, എന്റെ പ്രിയപ്പെട്ട ആ പഴയ കാലത്ത് ജനങ്ങളൊക്കെ എഴുന്നേൽക്കുന്നതിന് മുമ്പ് പോവും. ബോംബെ ബസ്സിൽ കയറും. ഏതാ ബസ് ഉണ്ടായത് ഓർമ്മയില്ല, കോഹിന്നൂർ വോൾഗ ഏതാ എനിക്കറിയില്ല, അല്ലെ? അതിൽ കയറിയിട്ട് പോവും. ബോംബെന്ന് അന്ന് കോഴിക്കോട് എയർപോർട്ടില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ന് പോകുമ്പോൾ ഖബർ സിയാറത്ത് ചെയ്തിരുന്നു. ഉപ്പാന്റെ ഉമ്മാന്റെ ഖബർ. പള്ളിയിലെ ഉസ്താദിനോട് പറയത്രേ, ഞാൻ പോവുകയാണ്, ദുആ ചെയ്യണേ. ഇന്നോ ഒന്നുമില്ല. ഇന്നോ കാലുമ്മ കാല് വെച്ചിട്ട് വലിയ വിലയുള്ള മൊബൈൽ എടുത്തിട്ട് ഒന്ന് പ്രിയപ്പെട്ടവരെ ചാർട്ട് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് 2.5 മണിക്ക് ഫ്ലൈറ്റ് ഉണ്ട്. ഭാര്യയോട് പറഞ്ഞു, ഞാൻ പോലെ കഴിഞ്ഞു. ഒരാളോട് പറയാറില്ല അവിടെ എത്തി. അങ്ങനെ ഒരു യാത്ര നമ്മൾ ചെയ്യരുത്. പറയേണ്ടവരോട് പറയണം. ഗൾഫിൽ നിന്ന് വന്നാൽ ഉസ്താദുമാര് കാത്തുക്കും. ഒരു അത്തറിന്റെ കുപ്പി ഇന്ന് ആരും ഇല്ല, ഇല്ലേ?
ഒരു ഷർട്ട് പീസ്, ഒരു പൈസ ഒന്നുമില്ല, എല്ലാം നഷ്ടപ്പെട്ടു. ഇതൊക്കെ നഷ്ടപ്പെടാൻ ബർക്കത്ത് പോയത് 9 സൂപ്പർ മാർക്കറ്റിലോ പറയുന്നു ഉസ്താദേ കച്ചവടം ഇല്ല, കച്ചവടം ഇല്ല, എല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് പുണ്യ റസൂലുള്ളാഹി തങ്ങളുടെ ദുആ എന്തായിരുന്നെന്നറിയോ? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ബുകൂരിനാ, പടച്ചോനെ ഞങ്ങളെ പകലിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. അതാണ് പകല് പോയത് ഗൾഫിലേക്ക്. ആ പോയവനൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ആകെ ഒരു സൂപ്പർ മാർക്കറ്റ്, ഓന് വലിയ മുതലാളി ആയിട്ടുണ്ട്. ഇന്ന് ആടുന്ന് വാങ്ങി ഇടുന്ന് വാങ്ങി ഇല്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, നാം ചിന്തിക്കണം, നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. ആലോചിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അല്ല തന്നതിനോട് തൃപ്തിപ്പെടാത്ത ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അങ്ങനെ ആ പകലില് പോയപ്പോ വലിയ റാഹത്തുണ്ടായിരുന്നു. അന്ന് ആരും ബേജാറ് പറഞ്ഞു, എനക്ക് ഓർമ്മയില്ല. അങ്ങനെ ആരും പറയാറ്, അവരുടെ നാട്ടിൽ വലിയ മുതലാളിയാണ്. അപ്പൊ രാവിലേക്ക് ബർക്കത്തുണ്ട്. അതുകൊണ്ട് രാവിലത്തെ നിസ്കാരം നഷ്ടപ്പെട്ടു പോകുന്നതാണ് പ്രിയപ്പെട്ടവരെ വലിയ പ്രയാസം. സുബ്ഹി നിസ്കാരം ഖളാവുന്നൊരു വീടുണ്ട്. എത്രയാണെങ്കിലും പള്ളിയിൽ വരാൻ ഒന്ന് എഴുന്നേറ്റ് വീട്ടിൽ നിസ്കരിച്ചൂടെ? പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കണം. നമ്മൾ നിസ്കരിക്കൂല, നമ്മൾ ചിന്തിക്കൂല. ഈ പ്രഭാതത്തെയൊക്കെയാണ് നമ്മൾ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നിങ്ങൾ ആലോചിച്ചു നോക്കിയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പ്രഭാതത്തിന്റെ പ്രത്യേകത, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു കച്ചവടം ചെയ്യണം, കച്ചവടം ചെയ്യണം. എപ്പോഴാണ് ഇല്ലേ? ഈ വെറുതെ ഉസ്താമാടുത്ത് വന്നിട്ട് സമയമൊന്നും എന്തിനാപ്പാന്നൊക്കെ ചോദിക്കും. അതിനൊക്കെ ഗുണങ്ങളുണ്ട്. അവര് പറയുന്നതന്നെ ബർക്കത്താണ് അല്ലേ? കച്ചവടം ചെയ്യണമെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് കയറ്റുമതിയും ഇറക്കുമതി ചെയ്യാൻ രാവിലെ തെരഞ്ഞെടുത്തു. രാവിലത്തെ കച്ചവടത്തിന് ബർക്കത്തുണ്ട്. ഈ രാവിലെ എഴുന്നേറ്റെങ്കിലല്ലേ? സുബഹി നിസ്കരിക്കാതെ, അന്നത്തെ സുബഹി നിസ്കരിക്കാതെ തങ്ങളെ കൊണ്ടുവന്നിട്ട് കട ഉദ്ഘാടനാക്കിയിട്ട് വലിയ തങ്ങളാണ് വന്നത് എന്നിട്ട് വലിയ പ്രത്യേകതയും ബർക്കത്തൊന്നുമില്ല. എടാ, നീ സുബഹി നിസ്കരിക്കാതെ തങ്ങളെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ച ഒരു കാര്യമില്ല. ആലോചിച്ചു നോക്കണം പ്രിയപ്പെട്ടവരെ, പ്രഭാതത്തിന് ഗുണമുള്ളത് കൊണ്ടാണ് ആ സുബഹി നിസ്കാരം നമ്മൾ നഷ്ടപ്പെടുത്തിക്കൂടാ. ആലോചിച്ചു നോക്കണം. എന്താണ് സുബഹി നിസ്കാരത്തിന്റെ പ്രത്യേകത? എന്താ? 5 വക്ത് നിസ്കാരം സുബഹിന്റെ പ്രത്യേകത എന്താ? എന്താ സുബഹിന്റെ പ്രത്യേകത? ഒന്ന് നിങ്ങൾ എന്നോട് കൂടെ വരണം. 5 വക്ത് നിസ്കാരം സുബഹിയിലുള്ള പ്രത്യേകത എന്താണ് എന്ന് പറയാൻ പറ്റോ? എന്താ സുബഹിയിലുള്ള പ്രത്യേകത? ഉണ്ടല്ലേ? കുനൂത്ത് അല്ലെ? കുനൂത്ത് സുബഹിയില് മാത്രമേ ഉള്ളൂ. എന്താ കുനൂത്തിൽ നമ്മൾ പറയുന്നത്? اللهم اهدنا فيمن هديت وعافنا فيمن عافيت وتولنا فيمن توليت وبارك لنا فيما اعطيت. പടച്ചോനെ, നീ എനിക്ക് നൽകിയതിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. എന്തായി ബർക്കത്ത്? പൈസ മാത്രമല്ല, ആരോഗ്യം ബർക്കത്താണ്, ഭാര്യ ബർക്കത്താണ്, മക്കള് ബർക്കത്താണ് അല്ലേ? സമ്പത്ത് ബർക്കത്താണ്, ഉമ്മ ബർക്കത്താണ്, ഉപ്പ ബർക്കത്താണ്. ഇത് പറയാതെ കിടന്നുറങ്ങുന്നു. വാദം കേട്ടിട്ട് പോയിട്ട് സ്വബഹിസ്കരിക്കാതെ അറിയാതായപ്പോൾ പ്രശ്നമില്ല. അലറാമൊക്കെ വെച്ചിട്ടുണ്ട്. 5 മണിക്ക് എഴുന്നേൽക്കണ ഒരു ചെറുപ്പക്കാരൻ തീരുമാനില്ല. കച്ചവടം ചെയ്ത് കുടുംബത്തെ പോറ്റാൻ അറിഞ്ഞിട്ടില്ല. വെറുതെ വടായ വിട്ടിട്ട് സമയം കളഞ്ഞിട്ട് സുബഹി ഖളാക്കിയ പടച്ചോൻ ഉത്തരം പറയേണ്ടി വരും. വീട്ടിൽ ബർക്കത്തില്ല, എല്ലാം നഷ്ടപ്പെട്ടു പോയി. ഖിയാമത്ത് നാളിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ അനുഗ്രഹങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയത് എങ്ങനെയാ? സുബഹി നിസ്കാരത്തിൽ അല്ലാഹുവിനോട് പറയണം അല്ലേ? കുനൂത്തിൽ പടച്ചോനെ നൽകിയതിൽ ബർക്കത്ത് നൽകണേ. അല്ലെങ്കിൽ തന്നെ രാവിലെ എഴുന്നേൽക്കുന്നവന് ആ രാവിലെ എഴുന്നേറ്റ് ആ പ്രകൃതിയുടെ കാറ്റ് കൊള്ളാൻ എന്തൊരു സന്തോഷം അല്ലേ? രമണീയമായ മന്ദമാരുതന്റെ തലോടലേൽക്കാൻ എന്തൊരു ാണ്, എന്തൊരു അനുഗ്രഹമാണ് ഇല്ലേ? ആലോചിച്ച് നോക്കിയാണ് പ്രിയപ്പെട്ട, രാവിലെ എഴുന്നേറ്റാക്കൊക്കെ അല്ലാഹ് ബർക്കത്ത് കൊടുത്തിട്ടുണ്ട് ഇല്ലേ? നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പേരെന്താ? പ്രധാനമന്ത്രിയുടെ പേരെന്താണ്? പ്രധാനമന്ത്രിയുടെ പേര് പറഞ്ഞൊന്നായി പോയില്ല. നരേന്ദ്രമോദിയാണല്ലോ നമ്മുടെ പ്രധാനമന്ത്രി. ഈ നരേന്ദ്രമോദിക്ക് അല്ലാഹ് ബർക്കത്ത് കൊടുത്തിട്ടുണ്ടോ? ഇല്ലേ? ഉണ്ടോ? ഉണ്ട്. അതുകൊണ്ടല്ലേ അയാൾ പ്രധാനമന്ത്രിയായത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി കോടിക്കണക്കിന് വരുന്ന ഇന്ത്യൻ ജനതയെ കൺട്രോൾ ചെയ്യാൻ, ആധിപത്യത്തിന്റെ കസാരിരിക്കാൻ അല്ലാഹ് കൊടുത്തൊരു അനുഗ്രഹമാണ്. അല്ലാന്ന് പറയാൻ പറ്റൂല. അല്ലാഹ് ബർക്കത്തോട് എന്താ? സ്വബഹിസ്കരിച്ചോണ്ടാണോ? അല്ല, അദ്ദേഹം രാവിലെ എഴുന്നേൽക്കുന്ന മനുഷ്യൻ, രാവിലെ എഴുന്നേൽക്കുന്ന മനുഷ്യനാണ്. രാവിലെ എഴുന്നേൽക്കൊക്കെ അല്ലാഹ് ബർക്കത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയോ, കാസർഗോഡ് ജില്ലയിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു, സാമ്പത്തികമായ സ്രോതസ്സുള്ള ഒരു മനുഷ്യൻ, പാവങ്ങളുടെ അത്താണിയായ ഒരു മനുഷ്യൻ, പാവപ്പെട്ടവന്റെ ഹൃദയത്തിൽ കാരുണ്യത്തിന്റെ സുഗന്ധലേപനം പുരട്ടിയൊരു മനുഷ്യനുണ്ടായിരുന്നു. പലപ്പോഴും ഇവിടുത്തെ ഉറൂസിന് വന്നിട്ടുണ്ട്.
നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, കാസർഗോഡ് ജില്ലയിലെ കിങ് എന്ന് വിളിക്കാൻ കഴിഞ്ഞിരുന്ന കെ.എസ്. അബ്ദുള്ള ഹാജി, അള്ളാഹുയുടെ ഖബർ സ്വർഗ്ഗാക്കി കൊടുക്കട്ടെ. നമ്മുടെ ഇവിടുത്തെ ഉറൂസിന് എനിക്ക് ഓർമ്മയുണ്ട്. പാവങ്ങ അബ്ദുള്ള ഹാജിയെ കാണാൻ വേണ്ടി എപ്പോ പോണെന്നറിയോ? സുബഹി നിസ്കാരത്തിന് തളങ്കര വലിയ ജുമാഅത്ത് പള്ളിയിലെ ഒന്നാമത്തെ സഫിൽ പോയി നോക്കിയാൽ അദ്ദേഹത്തെ കാണാമായിരുന്നു. പഠിച്ചവനനുസരിച്ചുള്ള ബർക്കത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കുറെ മുതലാളിമാരെ, കാഞ്ഞങ്ങാട് ഭാഗത്തുള്ള നല്ല നല്ല മുതലാളിമാരെ നിങ്ങൾ എടുത്തു നോക്കിയേ, അവരൊക്കെ സുബഹിക്ക് പള്ളിയിലുണ്ടാവും. അള്ളാഹു കൊടുത്ത ബർക്കത്താണ്. രാവിലെ നമ്മൾ എഴുന്നേറ്റാൻ എന്റെ പ്രിയപ്പെട്ടവരെ, സുബഹി നിസ്കാരം നമ്മളെ നഷ്ടപ്പെടുത്തരുത്. ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ ഒരുപാട് അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളും ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ ഉണ്ടായിട്ട് ഒരു മാറ്റം വരുത്താൻ അന്നാ റമദാനിൽ നമ്മൾ നിസ്കരിച്ച സുബഹിക്ക് ശേഷം എത്ര പേര് ജമാഅത്തായിട്ട് ഈ പള്ളിയിലോ, താഴെയുള്ള പള്ളിയിലോ, ചറങ്കടവുള്ള പള്ളിയിലോ, ചമ്പേരിയിലുള്ള പള്ളിയിലോ പ്രിയപ്പെട്ടവരെ പോയിട്ട് നിസ്കരിച്ച ആരെങ്കിലും ഉണ്ടോ? ഞാൻ ചോദിക്കുകയാണ്. 30 റമദാനിലെ നോമ്പ് നോറ്റിട്ട് 30 റമദാനിലെ സുബഹി കളാക്കാതെ 27ന്റെ പുണ്യമായ രാവിലെ പടച്ചോനോട് പൊട്ടിക്കരഞ്ഞ ചെറുപ്പക്കാരാ, പെരുന്നാളിന്റെ ദിവസം എത്ര പേരാണ് ജമാഅത്തായി നിസ്കരിച്ചത്? പെരുന്നാളിന്റെ അന്നത്തെ ദിവസം സുബഹി നിസ്കാരം കളാക്കാത്ത എത്ര പേരാണ് നമ്മുടെ നാട്ടിലുണ്ടായത്? ഇതിന്റെ അർത്ഥം എന്തെന്നറിയോ? നിന്റെ നോമ്പ് വേണ്ടതുപോലെ ആയിട്ടില്ല, നിന്റെ തൗബ വേണ്ടതുപോലെ ആയിട്ടില്ല, നിന്റെ കരച്ചില് വേണ്ടതുപോലെ ആയിട്ടില്ല, നിന്റെ ആത്മീയതയുടെ വികാസം വേണ്ടതുപോലെ ആയിട്ടില്ല, നിന്റെ ഹൃദയത്തിന്റെ അകത്തുള്ള അതേ കറുപ്പുകൾ വേണ്ടതുപോലെ നീങ്ങിപ്പോയിട്ടില്ല, നിന്റെ ഹൃദയത്തിന്റെ അകത്ത് പ്രകാശത്തിന്റെ അരുണോദയ കിരണങ്ങൾ ഉണ്ടായിട്ടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഒന്ന് മാറ്റം വരുത്താൻ നമുക്ക് കഴിയുമോ? ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതുപോലെ തന്നെ രാത്രി വല്ലാതെ ഉറക്കൊടിയുന്നൊരു സമൂഹമായി നമ്മൾ മാറി. വല്ലാതെ ഉറക്കൊടിയുന്നൊരു സമൂഹമാണ് നമ്മള്. മുസ്ലിങ്ങളാണ് വല്ലാതെ ഉറക്കൊടിയുന്നത്. മക്കളെ പോറ്റാനല്ല, വഅദ് പറഞ്ഞിട്ടല്ല, വഅദിന്റെ സദസ്സിലിരുന്നിട്ടല്ല, വെറുതെ കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രിയില് പുതിയാപ്പള വീട്ടിലേക്ക് വരുന്നത് 2 മണിക്കാണ്. ചെറുപ്പക്കാരാ, നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തിനെ നഷ്ടപ്പെടുത്തുകയാണ്. ലക്ഷങ്ങളും മുടക്കിയിട്ട് സ്വന്തം മകളെ കല്യാണം കഴിച്ചു കൊടുത്തത് ഒരുപാട് കടങ്ങൾ വാങ്ങിയിട്ടാണ്, ഒരുപാട് പ്രയാസപ്പെട്ടിട്ടാണ്. എന്നിട്ടോ മുസ്ലിം കുടുംബങ്ങളിലെ ചെറുപ്പക്കാരാ, ക്രിസ്ത്യാനികളിൽ അതില്ല, ഹിന്ദുക്കളിൽ അതില്ല. ഈ മുസ്ലിം സമൂഹത്തെ നാമധാരികളുണ്ടല്ലോ, പേര് മാത്രം ഉണ്ടാകുന്ന ഒരു കാലം വരുമെന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞില്ലേ? രാത്രി 2 3 മണിക്കും പുതിയാപ്പളന്റെ ഒന്നിച്ചു വന്നിട്ട് ഒരു പെണ്ണിന്റെ ജീവിതത്തിൽ ആദ്യ രാത്രി നഷ്ടപ്പെടുത്തിയ ചെറുപ്പക്കാരനാകാൻ നീ പാടില്ല. അവിടെ സ്വപ്നങ്ങൾ നശിപ്പിച്ചവനാകാൻ നീ പാടില്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര്, അത് ആരോഗ്യത്തിന് മോശമാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ? ഈ അടുത്തുള്ള അറ്റാക്കുകൾ സംഭവിച്ച ചെറുപ്പക്കാര് രാത്രി ഉറക്കൊടിയുന്നവരാണ്. 2 വർഷം മുമ്പാണല്ലോ തൃക്കരിപ്പൂരിലുള്ള ഒരു ചെറുപ്പക്കാരന്, മലേഷ്യയിലുള്ള ചെറുപ്പക്കാരനാണ്, ജിമ്മിന് പോകുന്ന ചെറുപ്പക്കാരനാണ്, നല്ല ശരീരമാണ്, മസിൽ പവറുള്ള ചെറുപ്പക്കാരനാണ്, സഭയൊക്കെ സംസ്കരിച്ചിരുന്നു. പക്ഷേ ചായ കുടിക്കുമ്പോഴാണ് അറ്റാക്കായി മരണപ്പെട്ടു പോയത്. രാത്രി ഏറെ നേരം ഉറക്കൊടിയുന്നവരില്ലേ? ടർഫുകൾ ഉണ്ടാക്കിയിട്ട് ടർഫിൽ പോയി കളിക്കുന്ന ചെറുപ്പക്കാരാ, എന്നോട് നിനക്ക് വെറുപ്പ് തോന്നി, എന്നോട് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് വെറുപ്പ് തോന്നരുത്. നമ്മൾ പറയാതെ ഹെൽത്താണ്, നല്ലൊരു ഹെൽത്തിയാകാൻ രാത്രി കളിക്കുന്ന കളികള് അത് ഇസ്ലാം പ്രിയപ്പെട്ടവരെ ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. രാത്രി വല്ലാതെ ഉറക്കൊടിഞ്ഞിട്ട് കളിച്ചിട്ട് ക്ഷീണിച്ച് വീട്ടിലേക്ക് വന്നിട്ട് സുബ്ഹി നിസ്കരിക്കാത്ത ചെറുപ്പക്കാരാ. പക്ഷെ ഒരു കാലം ഉണ്ടായിരുന്നു, ചെറുപ്പക്കാര് പള്ളിയിലേക്ക് സുബ്ഹിക്ക് വരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അങ്ങനെ സുബ്ഹി നിസ്കരിച്ചിട്ട് നമ്മുടെ കണ്ടത്തിൽ ഫുട്ബോള്, ഷട്ടിൽ ബാറ്റ് കളിക്കുന്നവര്, ക്രിക്കറ്റ് കളി. എപ്പോ? രാവിലെയാണ് ആരോഗ്യം. രാത്രിയൊക്കെ അടിച്ചു മാറ്റി എല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് ടർഫുകൾ കടന്നു വന്നപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, രാത്രി 2 മണിക്ക് പോയി
പോയിട്ട് ക്ഷീണിച്ച് കിടന്നുറങ്ങുന്ന ചെറുപ്പക്കാരൻ രാവിലെയാകുമ്പോഴേക്കും മരിച്ചിരിക്കുകയാ. കാരണം അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് എന്തെന്നറിയുമോ? വജഅൽനാ നൗമകും സുബാതാ അമ്മ യതസാഅലൂൻ. ഖിയാമത്ത് നാളിനെ കുറിച്ച് പറഞ്ഞ ആ ഖുർആനിന്റെ ആയത്തിലൂടെ നമ്മൾ സഞ്ചരിച്ചു പോയാൽ വജഅൽനാ നൗമകും സുബാതാ, അല്ലാഹു നിങ്ങൾക്ക് ഉറക്കിനെ വിശ്രമമാക്കി തന്നിരിക്കുകയാണ്. രാത്രി ഉറങ്ങണം പ്രിയപ്പെട്ടവർ. കണ്ടില്ലേ നിങ്ങൾ കാക്കകളെ കണ്ടില്ലേ? രാവിലെ കാക്കകൾ എഴുന്നേൽക്കുകയാണ്. 900-1000 വർഷം കാക്കകൾ ജീവിക്കുന്നില്ലേ? രാവിലെ കാക്കകൾ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ഉറങ്ങുകയാണ്. ആ കാക്കകൾ വൈകുന്നേരമാകുമ്പോൾ അതിന്റെ വീട്ടിലേക്ക് വന്നു. പിന്നെ ഉറക്കാണ് പ്രിയപ്പെട്ടവര്. അതുകൊണ്ട് അല്ലാഹു കാക്കക്ക് നല്ല ആരോഗ്യം കൊടുത്തിരിക്കുകയാ. നമ്മൾ രാത്രി ഉറക്കൊടിയുന്നത് എന്തോ വേണ്ടായ്മകൾക്ക് വേണ്ടിയാണ്, താന്തോന്നിവാസത്തിന് വേണ്ടിയാ. ആലോചിക്കണേ പ്രിയപ്പെട്ടവരെ, രാത്രി അല്ലാഹു നിങ്ങൾക്ക് വിശ്രമമാക്കി തന്നു. ആ വിശ്രമം പരമാവധി നമ്മൾ ഉപയോഗിക്കാതെ രാത്രിയെ നമ്മൾ ഹയാത്താക്കുകയാ. പറഞ്ഞു വന്നത് പ്രിയപ്പെട്ടവർ, ഈ ജീവിതത്തിനൊരു മാറ്റം വരുത്തണേ. എത്ര വാള് കേട്ടിട്ടെന്താ, എത്ര സലാത്തിന്റെ മജ്ലിസിൽ ഇരുന്നിട്ടെന്താ, ഒന്ന് മാറ്റം വേണേ. നമ്മളൊക്കെ വലിയ മാറ്റം ഉണ്ടാക്കാൻ നമുക്കറിയില്ല. ഒരു ചെറിയൊരു മാറ്റം, ഒരു ചെറിയൊരു ചിന്ത, ഒരു ചെറിയ ഒന്നുമില്ലെങ്കിൽ തെറ്റ് ചെയ്താല് ഒരു കുറ്റബോധം മനസ്സിൽ വരുന്ന ഈമാനെങ്കിലും നമുക്കുണ്ടാകണേ. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, എന്റെ വാള് കേൾക്കുന്നവരോട്, ഉമ്മമാരോട്, ചെറുപ്പക്കാരികളോട് എനിക്ക് പറയാനുള്ളത്, സുബഹി നിസ്കാരം നിങ്ങൾ ഖളാക്കി കഴിഞ്ഞാൽ ഗൾഫിലുള്ള ഭർത്താവിന്റെ കടകൾ ബറക്കത്തിലാകൂല, അവന്റെ ജോലികൾ ബറക്കത്തിലാകൂല. രാവിലെ എഴുന്നേറ്റുകൊണ്ട് നിസ്കരിക്കുന്ന രംഗങ്ങളാകണം. മക്കള് മദ്രസയിലേക്ക് പോകുമ്പോ സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന ഉമ്മാനെ കണ്ടിട്ടല്ല പോകേണ്ടത്. ഒരു കുഞ്ഞ് 1-ാം ക്ലാസ്സിൽ പോകുമ്പോ നിസ്കാര കുപ്പായമിട്ട ഉമ്മയെ കാണണം, മുസ്ഹഫ് കയ്യിൽ പിടിച്ച ഉമ്മയെ കാണണം. ആ ഉമ്മാന്റെ മുഖം കണ്ടാൽ മനസ്സ് നിറയെ കുട്ടിക്ക് സന്തോഷമുണ്ടാകണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവര്, ഖിയാമത്ത് നാളിന്റെ ഓരോ അടയാളങ്ങൾ കടന്നു വന്നിട്ട് ജീവിതത്തിന് മാറ്റം വരുത്താത്തവര്, നിങ്ങൾക്കറിയുമോ, ഒരിക്കൽ മഹാനായ ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഉദുദ് സിത്താ, ഓ ഔഫ് ഇബ്നു മാലിക്, 6 കാര്യം നീ എണ്ണി വെച്ചോ. ഖിയാമത്ത് നാള് അടുത്തു എന്നതിന്റെ അടയാളമായിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയാണ്, 6 കാര്യം നീ എണ്ണി വെച്ചോ. അവ്വലുഹുന്ന, 6 കാര്യത്തിൽ ഒന്നാമത്തത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് മൗത്തി. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, എന്റെ മരണമാണ്, ഞാൻ വഫാത്താകുന്നത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. ഇത് കേട്ടപ്പോൾ ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു കരയുകയാ. എന്റെ ഹബീബ് പോവുകയാണോ, എന്റെ റസൂല് പോവുകയാണോ? അല്ലാഹുവിന്റെ റസൂല് പറയാണ്, അന്ത്യനാളിന് മുമ്പ് സംഭവിക്കുന്ന 6 കാര്യങ്ങൾ നീ എണ്ണിക്കോ. അതിലൊന്നാമത് എന്റെ വഫാത്താണ്. രണ്ടാമത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് എന്തെന്നറിയുമോ? സുമ്മ ഫത്ഹു ബൈത്തുൽ മുഖദ്ദസ്, ബൈത്തുൽ മുഖദ്ദസ് ജയിച്ചടക്കലാണ്. ഹിജ്റ 16 ബഹാരായ ഉമർ റളിയല്ലാഹു അൻഹു ഭരണകാലത്ത് മുസ്ലിങ്ങൾക്ക് നഷ്ടപ്പെട്ട ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിങ്ങൾ കീഴടക്കിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. മൂന്നാമത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് എന്തെന്നറിയുമോ? സുമ്മ മൂത്താനു യഖുദു ഫീകോ കവാസിൽ ഗമ്മി, മൂക്കൊലിപ്പ് രോഗം പടർന്ന് പിടിച്ചാൽ മൃഗങ്ങളിൽ ഉണ്ടാകുന്ന ഒരുതരം പകർച്ചവ്യാധികളാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആടുകൾ പെട്ടെന്ന് മരിക്കുന്നത് പോലെ നിങ്ങളെ പിടികൂടുന്ന പകർച്ചവ്യാധി എന്ന് പറഞ്ഞാൽ
പകർച്ചവ്യാധികൾ വന്നിട്ട് മരണങ്ങൾ സംഭവിക്കുന്ന ഒരു കാലം വന്നാൽ ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. ഹിജ്റ 18 ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അമവാസ് പകർച്ചവ്യാധി എന്ന പേരില് ഒരു പകർച്ചവ്യാധി പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. അബൂബൈദ റളിയല്ലാഹു അൻഹു അടക്കമുള്ള നിരവധി സഹാബാക്കള് ആ പകർച്ചവ്യാധി പിടിച്ചിട്ട് മരണപ്പെട്ടു പോയി. 3 ദിവസം കൊണ്ട് 70,000 പേരാണ് മരണപ്പെട്ടത്. ഇന്ന് കൊറോണ വന്നപ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ 14 മുമ്പ് അല്ലാഹുവിന്റെ റസൂല് ഒരു പകർച്ചവ്യാധിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ദിവസം കൊണ്ടാണ് 70,000 പേര് മരണപ്പെട്ടത്. 4ാമത് റസൂലുള്ളാഹി തങ്ങൾ പറയാണ് സുമ്മസ്തിഫാദത്തുൽ മാലി ഹത്താ യുഅ്തർ റജുലു മുഅ്തദീന ഫയദുല്ല സാഖിതാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊന്ന് ആലോചിച്ചു നോക്കേണ്ടതുണ്ട്. സമ്പത്ത് ചൊരിഞ്ഞു കിട്ടാൻ എത്രത്തോളം എന്നാൽ ഒരാൾക്ക് 100 ദൃഹം നൽകിയാലോ അവന് കിട്ടിയത് കുറഞ്ഞതിന്റെ പേരിൽ കോപിക്കുന്ന കാലം വന്നാൽ, ഒരാൾക്ക് 100 രൂപ കൊടുത്താൽ അവന് കോപിക്കുകയാണ്. 1000 കൊടുത്താ പറയും ഇത്ര മതിയോ എന്ന്. എരപ്പാളികൾ വരാറുണ്ടല്ലോ, എരക്കുന്നവര് വരാറുണ്ടല്ലോ. 10 രൂപ കൊടുത്താൽ വലിച്ചെറിയുന്ന കാലമല്ലേ, 100 കൊടുത്താൽ തൃപ്തിയാകാത്ത കാലമല്ലേ. സമ്പത്ത് ചൊരിഞ്ഞു കിട്ടാൽ എന്റെ പ്രിയപ്പെട്ടവരെ, സമ്പത്ത് ചൊരിഞ്ഞു കൊടുത്താൽ എത്രത്തോളം എന്നാൽ ഒരാൾക്ക് 100 ദൃഹം നൽകിയാലോ അവന് കിട്ടിയത് കുറഞ്ഞതിന്റെ പേരിൽ കോപിക്കുന്ന കാലമാണ്. എന്ന് പറഞ്ഞാൽ കിട്ടുന്തോറും മാർത്തി കൂടുന്ന കാലം അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. സുമ്മ ഫിത്നത്തുൻ ലാ യബ്ഖാ ബൈതും മിനൽ അറബി ഇല്ലാ ദഖലതുഹു. അറബികളുടെ എല്ലാ വീടുകളിലും കടക്കുന്ന ഫിത്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടതിന് ശേഷം നീണ്ടുനിന്ന ഫിത്നയാണെന്ന് ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അറബികളിൽ വലിയ ഫിത്ന കടന്നു വരികയാണ്. സുമ്മ ഹുദ്നത്തുൻ തകൂനു ബൈനകു വബൈനൽ അസ്ഫരി ഫയഖ്ദിറൂന ഫയഅതൂനകും തഹത 80 ഗായതൻ തഹത കുല്ലി ഗായത്തിൻ 12. നിങ്ങൾക്കും ബനു അസ്ഫറിനും ഇടയിൽ എന്ന് പറഞ്ഞാൽ റോമക്കാർക്കിടയിൽ ഉണ്ടാകുന്ന സമാധാന കരാർ പിന്നീട് അവർ വഞ്ചന കാണിക്കുകയോ ശേഷം 80 കൊടികൾക്ക് കീഴിലായി അവർ നിങ്ങളോട് യുദ്ധത്തിനായി വരികയോ ഓരോ കൊടികൾക്ക് കീഴിൽ 12,000 പേരുണ്ടാകുകയോ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ആ മഹായുദ്ധം എന്ന പേരില് നടക്കുന്ന സംഭവമാണ്. ഇങ്ങനെ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്തു. അറബികൾക്കിടയിൽ ഉണ്ടാകുന്ന ഫിത്നയെ കുറിച്ച് എന്താണ് ഇവിടെ വിശദീകരിക്കുന്നതെന്നറിയോ? അവ്വൽ ഫിത്നത്ത് ഖത്ലു ഉസ്മാൻ വആഖിറുഹാ ഖുറൂജുദ് ദജ്ജാൽ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൊലപാതകമാണ് ആദ്യത്തെ ഫിത്ന. അറബികളിൽ ആദ്യത്തെ ഫിത്ന അത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൊലപാതകമാണ്. ഞാൻ എന്റെ സംസാരം നീട്ടുകയല്ല എന്റെ പ്രിയപ്പെട്ടവര്. ആദ്യത്തെ ലോകത്തുള്ള ഫിത്ന ഏതാണെന്നറിയോ? അത് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൊലപാതകമാണ്. 14 മുമ്പ് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 2 പെൺമക്കളെ കല്യാണം കഴിച്ചത് കൊണ്ടാണ് ദുന്നൂറൈൻ എന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് പേര് വന്നത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരാണ് എന്ത്? ദുന്നൂറൈൻ. ദുന്നൂറൈൻ എന്ന പേര്. ആ പേര് വരാനുള്ള കാരണം എന്താ? 2 പ്രകാശമുടിയത്. റസൂലുള്ളാഹിന്റെ 2 മക്കളെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചിട്ടുണ്ട്. ആരെയാണ്?
ഒന്ന് റുഖിയ ബീബിയെയും മറ്റൊന്ന് ഉമ്മു കുൽസു റളിയല്ലാഹു തആല അൻഹുവിനെയും കല്യാണം കഴിച്ചിരുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, ആ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അദബിനേക്കാൾ ഇത്തിബാഇനാണ് പ്രാധാന്യം നൽകിയത്. എന്ന് പറഞ്ഞാൽ പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോ 3 പടിയുള്ള മിമ്പറാണ് റസൂലുള്ളാഹി തങ്ങൾ ഉണ്ടായത്, അല്ലേ? 3 മിമ്പറുള്ള പടിയിലാണ് അല്ലാഹുവിന്റെ റസൂല് ഖുത്ബ ഓതിയിരുന്നത്. അല്ലാഹുവിന്റെ റസൂല് വിട പറഞ്ഞു പോയപ്പോ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പടി കൂട്ടിയപ്പോൾ 4ആയി. റസൂലുള്ളാഹി തങ്ങൾ നിന്ന സ്ഥലത്ത് നിന്ന് ഞാൻ എങ്ങനെയാ ഖുത്ബ ഓതുക? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പടി കൂട്ടി. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിട പറഞ്ഞപ്പോ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വീണ്ടും പടി കൂട്ടുകയാണ് മിമ്പറിന്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിന്ന സ്ഥലത്ത് ഞാൻ എങ്ങനെയാ നിൽക്കുക? ഇപ്പൊ പടി എത്രയായി? മിമ്പറിന്റെ പടി ഇപ്പൊ എത്രയായി? 5 പടിയായില്ലേ? അവരൊക്കെ ആ അദബ് നോക്ക്. നമ്മള് സ്വന്തം പിതാവ് വരുമ്പോ കാല് വെച്ച്, അതെ, വാട്സാപ്പിലുള്ള മക്കളല്ലേ ഇന്നുള്ളത്. ഭർത്താവ് വരുമ്പോൾ ഒരു ഭാര്യ കാല് വെച്ചിക്കരുത്, താഴ്ത്തണം. ഇത് മക്കള് കാണണം. അപ്പോഴാ മക്കൾക്ക് അറിയുന്നത് ഉപ്പാനെ ബഹുമാനിക്കണോന്ന്. ഇത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കൂല. അവരൊക്കെ അതും പൊരുത്തം കുരുത്തുള്ളവരായിരുന്നു. അള്ളാന്റെ റസൂല് 3 പടിയിലാണ് ഖുത്ബ ഓതിയത്. മിമ്പറിന് 3 പടി. വഫാത്തിന് സിദ്ദീഖ് റളിയല്ലാഹു ആ പടിയിൽ വെച്ച് ഞാൻ എങ്ങനെയാ ഖുത്ബ ഓതാന്ന് വിചാരിച്ച് പടി കൂട്ടി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോയപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു പടി കൂട്ടി. 5 പടിയാണ് മിമ്പറിനുണ്ടായത്. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വിട പറഞ്ഞു പോയപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചിന്തിക്കുകയാണ്, പടച്ചോനെ ഇനി ഒരു പടി കൂട്ടിയാൽ മിമ്പറിന് എത്ര പടിയായി? 6 പടിയാവും. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മരിച്ചു, അലി റളിയല്ലാഹു അൻഹു വന്നാണ് 7 പടിയായി. അങ്ങനെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു മിമ്പറിന് പടി കൂടുമെന്ന് പേടിച്ചിട്ട് അത് അവിടെ നിർത്തയാണ്. 5 പടിയാണുള്ളത്. നമ്മൾ കാണാറുണ്ടല്ലോ. എന്താണ് 5 പടി വരാനുള്ള കാരണം? മിമ്പറിന് 5 പടി വരാനുള്ള കാരണോ 3 പടി റസൂലുള്ളാഹിന്റെ കാലത്ത്, 4ാമത്തെ പടി സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലത്ത്, 5ാമത്തെ പടി ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത്. ഉസ്മാൻ റളിയല്ലാഹു കൂട്ടിയാൽ 6 പടി ഇപ്പൊ ഉണ്ടാട്ടെ മിമ്പറിന്. ഉസ്മാൻ റളിയല്ലാഹു പടി കൂടുതലാകുമെന്ന് കരുതിയിട്ട് അവിടെ നിർത്തിയിട്ട് ഇത്തിബാഇന് പ്രാധാന്യം. ഇത്തിബാ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിനോട് ഞാൻ പിന്തുടരുകയാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ നിന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് ഞാൻ ഖുത്ബ ഓതുകയാണ്. മിമ്പറിലെ പടി. അതുപോലെ പട്ടാളക്കാർക്ക് ശമ്പളം കൂട്ടിക്കൊടുത്തത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ്. റമളാനിൽ മുസ്ലിങ്ങൾക്ക് നൽകിയത്, വർധന നൽകിയത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ്. പട്ടാളക്കാർക്ക് ശമ്പളം കൂട്ടി റമളാനിൽ മുസ്ലിങ്ങൾക്ക്, എന്റെ പ്രിയപ്പെട്ടവരെ, വലിയ ചാരിറ്റി നടത്തിയ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ്. ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു സിറിയക്കാരുടെ കൂടെ ചില യുദ്ധങ്ങളിൽ പങ്കെടുത്തപ്പോൾ അവരിൽ ചിലരുടെ ഖുർആൻ പാരായണത്തിന്റെ വ്യത്യാസം കണ്ടപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ശ്രദ്ധയിൽപ്പെടുത്തി. ഉടനെ സഹാബാക്കളെ ഒരുമിച്ച് കൂട്ടി അവരുമായി കൂടി ആലോചിച്ച് പിന്നീട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണകാലത്ത് എഴുതിയ മുസ്ഹഫിൽ നിന്ന് പകർത്തി എഴുതാൻ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു നിർദ്ദേശം നൽകി. ഭംഗിയായി നിർവഹിക്കുന്നതിൽ അബ്ദുല്ലാഹ് സുബൈർ റളിയല്ലാഹു അടക്കമുള്ള ചില സഹാബാക്കളെ നിയോഗിച്ചു. അങ്ങനെ 7 മുസ്ഹഫാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് തയ്യാറാക്കിയത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് റസ്മുൽ ഉസ്മാനി, ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന മുസ്ഹഫ് റസ്മുൽ ഉസ്മാനിയാർ. 7 മുസ്ഹഫ് തയ്യാറാക്കി മക്കയിൽ, മദീനയിൽ, ബസറയിൽ, കൂഫയിൽ, സിറിയയിൽ, യമനിൽ, മിസ്റിൽ എന്നീ നാടുകളിൽ ഓരോ പ്രതിയും കൊടുക്കുകയും ചെയ്തു. ജനങ്ങളുടെ കൈവശമുണ്ടായിരുന്ന ഖുർആൻ പ്രതികൾ സഹാബത്തിന്റെ സമക്ഷത്തിൽ വെച്ചിട്ട് അത് ചുട്ടുകരിക്കുകയാണ്. കാരണം അതിൽ തെറ്റുണ്ടെന്ന് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കണ്ടുപിടിച്ചു. ഇവിടെയാണ് ഫിത്നയുടെ തുടക്കമുണ്ടാകുന്നത്. അറബികളിൽ ഫിത്നയുടെ തുടക്കം അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്തിന് ശേഷം വന്ന ഫിത്നയുടെ തുടക്കം ഇവിടെയാണ്. അംഗബലത്തിലും സാമ്പത്തിക ശേഷിയിലും മുസ്ലിങ്ങളുടെ പുരോഗതി സഹിക്കാനാവാത്ത ശത്രുക്കള് മുസ്ലിങ്ങൾ
മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, അബ്ദുല്ലാഹ് സബ എന്ന വ്യക്തി കപടനായിരുന്നു. അവനെ കൂട്ടിയിട്ടാണ് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വധിക്കാൻ പ്ലാൻ ഉണ്ടാക്കുകയാണ്. ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഭരണാധികാരി കൊല്ലാൻ വേണ്ടി, വധിക്കാൻ വേണ്ടി പ്ലാൻ ഉണ്ടാക്കുകയാണ്. ഖലീഫക്ക് എതിരെ ഉന്നയിക്കപ്പെട്ട പ്രധാന ആരോപണങ്ങൾ ഒന്ന് മുസ്ഹഫ് കത്തിച്ചു എന്നതാ. അതിന്റെ സത്യാവസ്ഥ അന്നത്തെ ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഇതിന് മുനാഫിഖീങ്ങൾ കൂട്ടുനിന്നു. ചെറുപ്പക്കാരെ ഉദ്യോഗസ്ഥരായി നിയമിച്ചത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തിൽ ചില ആളുകൾ ഫിത്നയുണ്ടാക്കി പ്രശ്നം മനസ്സിലാക്കിയ മുആവിയ റളിയല്ലാഹു അൻഹു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്ന ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഭരണാധികാരിയോട് പറയാണ്, യാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, മദീനയിൽ നിൽക്കണ്ട, കൊല നടക്കാൻ സാധ്യതയുണ്ട്, വലിയ ഫിത്ന വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഷാമിലേക്ക് എന്റെ കൂടെ വരൂ. ആ സമയത്താണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ തങ്ങളുടെ ജിവാറിനേക്കാൾ മറ്റൊരു നാടും ഞാൻ തെരഞ്ഞെടുക്കില്ല. ഈ മദീനയിൽ നിന്ന് വരാൻ ഞാൻ തയ്യാറല്ല. എന്ത് കൊല നടന്നാലും എന്ത് ഫിത്ന വന്നാലും ഇവിടുന്ന് വരാൻ ഞാൻ തയ്യാറല്ല. മുആവിയ റളിയല്ലാഹു അൻഹു താങ്കളെ സഹായിക്കാൻ ഷാമിൽ നിന്നൊരു സൈന്യത്തെ അയക്കാൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ആ സമയത്താണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുന്നത്, അല്ലാഹുവിന്റെ റസൂലിന്റെ നാട് കുടുസായി പോകുമോ? പട്ടാളക്കാർ ഇങ്ങോട്ട് വന്നാൽ റസൂലുള്ളാഹിന്റെ നാട് ചെറുതായി പോകുമോ? അതുകൊണ്ട് മുആവിയ ആവശ്യമില്ല. അല്ലാഹുവാണ് സത്യം, അല്ലാഹുവാണ് സത്യം. മുആവിയ റളിയല്ലാഹു അൻഹു പറയാണ്, പടച്ചോനെ സത്യം ചെയ്തിട്ട് ഞാൻ പറയാണ്, അല്ലയോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, നിങ്ങൾ ചതിക്കപ്പെടും. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, നിങ്ങളോട് യുദ്ധം ചെയ്യപ്പെടും. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ആ സമയത്താണ് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഹസ്ബുനല്ലാഹ്, ഹസ്ബുനല്ലാഹ്. ആര് ഫിത്നയാക്കിയാൽ, ആര് കൊലക്കത്തി കൊണ്ടുവന്നാൽ, ആര് കടാരക്ക് മൂർച്ച കൂട്ടിയാൽ, ആര് ശത്രുവായി കിടന്നു വന്നാൽ എനിക്ക് പറയാറുള്ളത് ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹു മതി, ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ. എല്ലാം ഞാൻ അല്ലാഹുവിലേക്ക് ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. ഏറ്റവും നല്ല ഭരണം നടത്തിയ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കൊലയാണ് ചരിത്രത്തിലെ അറബ് രാജ്യത്തെ ഏറ്റവും വലിയ ഫിത്ന. ഒരു ഫിത്ന പുറപ്പെടാനുണ്ടെന്ന് 14 മുമ്പ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതാണ്. പിന്നീട് മുഹാജിറുകളിൽ നിന്നും അൻസാരികളിൽ നിന്നോ കണ്ടവരോടല്ല ഉസ്മാൻ റളിയല്ലാഹു അൻഹു സംരക്ഷണം നൽകാൻ മുആവിയ റളിയല്ലാഹു അൻഹു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ശ്രദ്ധിക്കണേ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു രോമത്തിന് പോറൽ പറ്റരുത്. പട്ടാളക്കാരെ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ശ്രദ്ധിക്കണേ. റസൂലുള്ളാഹിന്റെ അന്യായിയാണ്. റസൂലുള്ളാഹിന്റെ 2 മക്കളെ കല്യാണം കഴിച്ച അല്ലാഹുവിന്റെ റസൂലിന്റെ പുതിയ പിള്ളയാണ്. വളരെ സങ്കടത്തോടെ മുആവിയ റളിയല്ലാഹു അൻഹു ഷാമിലേക്ക് പോയി. പലരും സ്ഥാനം മാറാൻ പറഞ്ഞു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ മറ്റാരെങ്കിലും ഭരണം നടത്തട്ടെ. ആ സമയത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ എന്നോടൊരു വസിയത്ത് ചെയ്തിട്ടുണ്ട്. ആ വസിയത്ത് എന്താണെന്നറിയോ? സ്ഥാനം മാറാൻ ഞാൻ തയ്യാറല്ല.
എന്താണ് റസൂലുള്ളാഹി തങ്ങൾ നൽകിയ വസിയത്ത് എന്നറിയോ? യാ ഉസ്മാൻ, ഉസ്മാനേ, ഇന്നല്ലാഹ അസ്സ വജല്ല ലഅല്ലഹു അൻ യുഖസ്സിമക ഖമീസാ ഫഇൻ അറാദൂക അലാ ഖൽഇഹി ഫലാ തഖ്ലഅ തലാസ മിറാർ. നിശ്ചയം താങ്കൾക്ക് അല്ലാഹു ഒരു കുപ്പായം ധരിപ്പിക്കുന്നതാണ്. അത് ആര് ഊരിക്കളയാൻ ആര് ഉദ്ദേശിച്ചാലോ താങ്കളത് ഊരിക്കളയരുത്. എല്ലാ ഭാഗത്തു നിന്നും ശത്രുക്കൾ ആക്രമണം തുടങ്ങുകയാണ്. എന്റെ പ്രിയപ്പെട്ടവര്, താൻ ഈ കലാപത്തിന് രക്തസാക്ഷിയാകുമെന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. യുദ്ധം ചെയ്യാൻ അദ്ദേഹം സമ്മതിച്ചില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ശത്രുക്കൾ ഇതാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വീടിന്റെ കവാടത്തിൽ പ്രവേശിക്കുകയാണ്. കവാടത്തിൽ തീ വെക്കുകയാണ്. ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഭരണാധികാരിയായ ഖബർ കാണുമ്പോൾ കരഞ്ഞ് കരഞ്ഞ് കവൾ തടത്തിലൂടെ കണ്ണുനീര് വീണ്, ആ കണ്ണുനീര് താടിയിലൂടെ ഇറ്റ് വീണ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്ന ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഭരണാധികാരിയുടെ വീടിതാ അന്നത്തെ രാജ്യത്ത് ജീവിച്ച മുസ്ലിം നാമധാരികളായ ശത്രുക്കൾ തീ വെക്കുകയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആ വീട്ടിലുണ്ട്. എന്റെ പ്രിയപ്പെട്ടവര്, അബൂബക്കർ റളിയല്ലാഹു അൻഹു മകന് മുഹമ്മദ് റളിയല്ലാഹു അൻഹു വന്നിട്ട് ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു താടി പിടിക്കുകയാണ്. സഹോദര പുത്ര, നിന്റെ പിതാവ് എന്നോട് ഇപ്രകാരം ചെയ്യുമായിരുന്നില്ല. എന്നെ അല്ലാഹു തുണക്കോ, നിന്നിൽ നിന്ന് ഞാൻ അവനിൽ അഭയം തേടുകയാണ്. ഈ വാക്ക് അദ്ദേഹത്തെ വല്ലാതെ വിഷമിപ്പിച്ചു. അയാള് പിന്തിരിഞ്ഞു പോയി. പിന്നീട് ചിലര് വന്ന് ഇബ്നു ബിർർ വരികയാണ്, അംർ ഇബ്നു അൽ-ഹമാക്ക് വരികയാണ്, തുടങ്ങിയവര് വന്നിട്ട് ഖലീഫയായ ബഹാരായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ വളയുകയാണ്. ഉസ്മാൻ അഫ്ഫാൻ വാളുകൊണ്ട് വെട്ടുകയാണ്. ഉസ്മാൻ അഫ്ഫാൻ പരിശുദ്ധമായ ഖുർആൻ കയ്യിൽ പിടിച്ചിട്ട് ഓതുന്ന സമയത്താണ് കൊല നടന്നത്. കയ്യിലുണ്ടായിരുന്ന ഖുർആനിന്റെ പ്രതി മാറോട് ചേർത്ത് വെച്ചുകൊണ്ട് ഇന്നാ ലില്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട് വിട പറഞ്ഞു. അവിടത്തെ കറാമത്ത് നിങ്ങൾക്കറിയോ? അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ വഴിയിലൂടെ നടന്നു പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടത്തെ കറാമത്താണ് ഖുർആനിലെ അൽ ബഖറയിലെ 137ാമത്തെ വചനം ഓതുമ്പോഴാണ് ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വെട്ടേറ്റത്. ഫസയക്ഫീകഹുമുല്ലാഹു വഹുവസ് സമീഉൽ അലീം. അവരിൽ നിന്ന് സംരക്ഷിക്കാൻ അല്ലാഹു മതി, അല്ലാഹു മതി, അല്ലാഹു മതി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, എന്റെ പ്രിയപ്പെട്ടവരെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവിടെ വീഴുകയാണ്. അതാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ അറബികളിൽ പുറപ്പെടുന്ന ഫിത്ന. അതേ എന്റെ പ്രിയപ്പെട്ടവരെ, ഫുഖഹാക്കൾ രേഖപ്പെടുത്തിയത് ആദ്യമായിട്ടുള്ള ഫിത്ന അത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കൊലപാതകമാണ്. ഇത് നേരത്തെ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറ്റൊരു ഹദീസ് നിങ്ങൾ നോക്ക്. യദ്ഹബുസ് സാലിഹൂനൽ അവ്വല ഫല്ലവ്വലു വതബ്കാ യദ്ഹബൂന യദ്ഹബുസ് സാലിഹൂനൽ അവ്വല ഫല്ലവ്വല വതബ്കാ ഹുസാലത കഹുസാലത്തിശ് ശഈർ അവി തംറ. നല്ല നല്ല ആളുകൾക്ക് പോകും സഹോദരങ്ങളെ, ഈമാനുള്ള ആളുകൾ ഉണ്ടാകില്ല, കുറവാണ്. തഖ്വയുള്ള ആളുകൾ ഉണ്ടാകില്ല. ഏതുപോലെയാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, വതബ്കാ ഹുസാലതൻ കഹുസാലത്തിശ് ശഈർ. ബാർലിയുടെ അല്ലെങ്കിൽ ഈത്തപ്പഴത്തിന്റെ ചണ്ടി പോലത്തെ ചപ്പ് ചവറുകളാണ് ഖിയാമത്ത് നാളിൽ ബാക്കിയാകുന്നത്.
ഒരു ഹദീസ് കേട്ടോ ചെറുപ്പക്കാരാ, നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചിന്തിക്കണേ മോനെ. ഇത് 14 മുമ്പ് അള്ളാന്റെ റസൂല് പറഞ്ഞത്. ഇന്നനാസൻ ഉമ്മത്തി, ശരിക്കും കേൾക്കണേ, എന്റെ ഉമ്മത്തിൽപ്പെട്ട ജനങ്ങള്, എന്റെ ഉമ്മത്തിൽപ്പെട്ട ചില ആളുകള് യസ്റബൂനൽ ഖംറ, അവര് കള്ളു കുടിക്കുമെത്രേ. യുസമ്മൂനഹാ ബിഗൈരി ഇസ്മിഹാ, ആ കള്ളിന് അവര് വേറെ പേര് നൽകുമെത്രേ. കള്ളെന്ന പേരല്ല, വേറെ എന്തൊക്കെയോ പേരിട്ട് കൊണ്ട് കള്ള് കുടിക്കുന്ന കാലം വരുമെന്ന് 14 മുമ്പ് അസ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ പറഞ്ഞ കൂട്ടത്തില് ഖിയാമത്ത് നാളിന്റെ നിരവധി സംഭവങ്ങളിൽ ലാ തഖൂമുസ്സാഅതു ഹത്താ തുത്തഖദൽ മസാജിദ് തുറുക, പള്ളി വഴികളാകാത്ത കാലത്തോളം അന്ത്യനാള് സംഭവിക്കില്ല. പള്ളികൾ വഴികളാകും. പ്രിയപ്പെട്ടവര്, എത്ര പള്ളികളാണ് പോയത്? ആ പള്ളിയുടെ മുകളിലല്ലേ റോഡുകൾ വന്നു പോകുന്നത്? പള്ളികൾ വഴികളാകുന്നത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. ഒരൊറ്റ ഹദീസ് പറഞ്ഞ് ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. എന്റെ ചെറുപ്പക്കാരാ, എന്റെ വഅദ് കേൾക്കുന്ന ഉമ്മമാര്, എന്റെ വഅദ് കേൾക്കുന്ന പിതാക്കള്, എന്റെ വഅദ് കേൾക്കുന്ന നാട്ടുകാര്, ഇത് കാലം അടുക്കുമെന്ന് റസൂല് പറയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, യുറബ്ബിർ റജുലു ജൗറാ, അന്ത്യനാൾ അടുത്താൽ ഒരാൾ അവന്റെ നായക്കുട്ടിയെ പോറ്റി വളർത്തുമെന്ന് റസൂലുള്ളാഹി. ഖൈറുൽ ലഹു മിൻ അൻ യുറബ്ബിയ വലദൻ ലഹു വലാ യുവഖിറു കബീറൻ വലാ യുർഹമു സഈർ. അന്ത്യനാൾ അടുത്താൽ ഒരാൾ അവന്റെ നായക്കുട്ടിയെ പോറ്റി വളർത്തും. സ്വന്തം മകനെ വളർത്തുന്നതിനേക്കാൾ അതായിരിക്കും അവന് ഗുണമെന്ന് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് പറയാ, വലാ യുവഖിറു കബീറ, വലിയവരെ ബഹുമാനിക്കുകയില്ല. വലാ യുർഹമു സഗീർ, ചെറിയ കുട്ടികളോട് വലാ യുവഖിറു കബീറ വലാ യുർഹമു സഗീർ, വലിയവരോട് മുതിർന്നവരെ ആദരിക്കൂല, ചെറിയവരോട് കരുണ കാണിക്കൂല. വയകുസുറു ഔലാദുസ് സിനാ, എന്റെ പ്രിയപ്പെട്ടവര്, വ്യഭിചാരത്തിലുള്ള കുട്ടികൾ അധികരിക്കുന്നതാണ്. ഏതുവരെ എന്നറിയോ എന്റെ പ്രിയപ്പെട്ടവരെ? നമ്മൾ മനസ്സിലാക്കണോ? അല്ലാഹുവിന്റെ റസൂല് പറയാണ്, വയക്സുറു ഔലാദുസ് സിനാ ഹത്താ അന്ന الرجل ليغشى المرأة على قارية الطريق يلبسون جلود الله على قلوب الذئاب أمثلهم في ذلك الزبار المداهن. എന്റെ പ്രിയപ്പെട്ടവര്, നമ്മൾ ചിന്തിക്കണം. അന്ത്യനാൾ അടുത്താൽ ഒരാൾ അവന്റെ നായക്കുട്ടിയെ പോറ്റി വളർത്തോ. സ്വന്തം മകനെ വളർത്തുന്നതിനേക്കാൾ അതായിരിക്കും അവന് ഗുണ. മുതിർന്നവരെ ആദരിക്കൂല, ചെറിയവരോട് കരുണ കാണിക്കൂല. എത്രത്തോളം എന്നറിയോ? വഴിയരികിൽ വെച്ച് പുരുഷൻ സ്ത്രീയുമായി വ്യഭിചരിക്കോ, ചെന്നായുടെ ഹൃദയമായി അവർ ചെമ്മരിയാടിന്റെ തോലണിയുന്നതാണ്. കാപ്പട്യ ഹൃദയമല്ലാതെ ആ കാപ്പട്യ ഹൃദയമായി എന്റെ പ്രിയപ്പെട്ടവര്, നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്, നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ആ കാലത്ത് തെറ്റുകൾ ചെയ്യാതിരിക്കുകയോ മറ്റുള്ളവരോട് നന്മ കൽപ്പിക്കുകയോ തിന്മ വിരോധിക്കുകയോ ചെയ്യാത്തവനായിരിക്കോ അവരിൽ മാന്യന്മാരായിട്ടുണ്ടാകുന്നത്. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഖിയാമത്ത് നാളിനെ കുറിച്ച് ഈ ഒരൊറ്റ ഹദീസ് പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. യൂശിക്കുൽ ഉമമ, ശരിക്കും കേൾക്കണേ, അനുഭവിക്കുന്നവരാണ് നമ്മള്. ഇത് പുള്ള് പറയാത്ത റസൂല് പറഞ്ഞതാണ്. യൂശിക്കുൽ ഉമമ അൻ തദഇ അലൈക്കും കമാ തദഇൽ ലകലതു ഇലാ കസഅതിഹാ. എന്റെ പ്രിയപ്പെട്ടവരെ, സുപ്രയിൽ വെച്ച ഭക്ഷണങ്ങള് എങ്ങനെയാണ് ആർത്തിയോടെ നമ്മൾ ആ സുപ്രയിലേക്ക് കൈകൊണ്ടുപോകുന്നത് എന്നതുപോലെ പല ഭാഗത്ത് നിന്നു ഈ ഉമ്മത്തിനെ ആക്രമിക്കുന്നതാണ്.
ഈ ഉമ്മത്തിനെ അതിക്രമിക്കുന്നതാണ്, ഈ ഉമ്മത്തിനെ അടിച്ചമർത്തുന്നതാണ്, ഈ ഉമ്മത്തിനെ കാരാഗ്രഹത്തിന്റെ കരിറകളിൽ തളച്ചിടുന്നതാണ്, ഈ ഉമ്മത്ത് പ്രയാസം അനുഭവിക്കുന്നതാണ്. ഇത് പറഞ്ഞപ്പോഴാണ് സഹാബി ചോദിച്ചത്, വമിൻ ഖില്ലത്തിൻ നഹ്നു യൗമഇദിൻ യാ റസൂലല്ലാഹ്. ഈ സമുദായത്തെ ആക്രമിക്കാനുള്ള കാരണോ, ഈ സമുദായത്തെ ഗൗരവ ചെയ്യാനുള്ള കാരണോ, ഈ സമുദായത്തെ വേദനിപ്പിക്കാനുള്ള കാരണോ, അന്ന് ഞങ്ങൾ ന്യൂനപക്ഷമായിരിക്കുമോ നബിയേ? അന്ന് ഞങ്ങൾ കുറവായിരിക്കുമോ? ബൽ അൻതും യൗമഇദിൻ കസീർ. അന്ന് നിങ്ങൾ ഭൂരിപക്ഷമാണ്. ഇഷ്ടം പോലെ മുസ്ലിങ്ങൾ ഉണ്ടാകും, അധികാരമുണ്ടാകും, പട്ടാളമുണ്ടാകും, സ്ഥാനങ്ങളുണ്ടാകും, സാമ്രാട്ടുകളുണ്ടാകും. വലാകിന്നക ഗുസാഉൻ കഗുസാഇസ്സൈൽ. എന്തേ നമ്മ അടിച്ചമർത്തപ്പെടുന്നത്? എന്തേ കാരാഗ്രഹത്തിന്റെ കരിയറക്കുള്ളിൽ തളച്ചിടുന്നത്? എന്തേ മുസ്ലിമിനെ പീഡിപ്പിക്കപ്പെടുന്നത്? എന്തേ 18കാരി നടുറോഡിൽ വെച്ച് മാനഭംഗപ്പെടുത്തിയിട്ട് ചോദ്യം ചെയ്യാൻ പറ്റാതെ പോകുന്നത്? എന്തേ മുസ്ലിം വീടുകൾ അഗ്നിക്കിരയാക്കുന്നത്? എന്റെ പ്രിയപ്പെട്ടവര്, എന്തുകൊണ്ടെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പറയാണ്, മഴവെള്ളത്തിൽ ഒഴുകുന്ന ചവറുകളെ പോലെയായിരിക്കോ, പേര് മാത്രം മുസ്ലിങ്ങളായിരിക്കോ, ഈമാൻ കുറഞ്ഞു പോയ കാലമാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയാണ്, വലയൻസിഅന്നല്ലാഹു മിൻ സുദൂരി അദ്വികുമുൽ മഹാബത. അല്ലാഹു തആല അവിടെ ഹൃദയത്തിൽ നിന്ന് എടുത്തു കളയുകയാണ് മഹാബത ബിങ്കും, നിങ്ങളിൽ നിന്നുള്ള ഭയം. വലയൻസിഅന്നല്ലാഹു മിൻ സുദൂരി അദ്വികു, നിങ്ങളുടെ ശത്രുവുണ്ടല്ലോ, ആ ശത്രുവിന്റെ ഹൃദയത്തിൽ നിന്ന് അല്ലാഹു തആല നിങ്ങളോടുള്ള ഭയം എടുത്തു കളയുകയാ. നിങ്ങളാ ശത്രുക്കൾക്ക് പേടിയില്ല. വലയക്ദിഫന്നല്ലാഹു ഫീ ഖുലൂബിഹിമുൽ വഹ്ന. അല്ലാഹു തആല നിങ്ങളെ ഹൃദയത്തിൽ ഒരു തരം വീക്ക്നെസ് അല്ലാഹു ഇട്ടു തരികയാണ്. ആ സമയത്താണ് സഹാബി ചോദിക്കുന്നത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, വമൽ വഹ്നു യാ റസൂലല്ലാഹ്. എന്താണ് ആ കാലഘട്ടത്തിലുള്ള വീക്ക്നെസ് എന്നറിയോ? ഇസ്ലാമിന്റെ മക്കള് അതേ കശാപ്പ് ചെയ്യുന്ന കാലോ, മുസ്ലിങ്ങളെ ചോര ചാലിട്ടൊഴുകുന്ന കാലോ, മുസ്ലിങ്ങൾ പീഡനത്തിനും താണ്ഡനത്തിനും മർദ്ദനത്തിന് അഗ്നിപരീക്ഷണത്തിന്റെ തീച്ചൂളയിൽ വെന്ത് നീറാനുള്ള കാരണം എന്താണെന്ന് സ്വഹാബി ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, നിങ്ങളെ ഹൃദയത്തിൽ അല്ലാഹു വീക്ക്നെസ് ഇട്ട് തരുന്നതാണ്. സഹാബിക്ക് മനസ്സിലായിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി പല്ല് കൊടുക്കാൻ, റസൂലുള്ളാഹിക്ക് വേണ്ടി എല്ല് കൊടുക്കാൻ, റസൂലുള്ളാഹിക്ക് മജ്ജ കൊടുക്കാൻ, റസൂലുള്ളാഹിക്ക് മാംസം കൊടുക്കാൻ, യാ റസൂലല്ലാഹ്, ഈ കാണുന്ന സമുദ്രത്തിൽ അങ്ങക്ക് വേണ്ടി ചടാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞ സഹാബാക്കളുണ്ടല്ലോ. ആ ഹബീബിന് വേണ്ടിയാണ് നാട് വെച്ചുപോയത്, ആ ഹബീബിന് വേണ്ടിയാണ് പലായനം ചെയ്തത്. ആ റസൂലിനോട് ചോദിക്കുകയാ, അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, എന്താണ് ആ കാലഘട്ടത്തിലെ വീക്ക്നെസ് എന്ന് ചോദിച്ചപ്പോൾ, ആ വീക്ക്നെസ് എന്തെന്ന് ചോദിച്ചപ്പോ റസൂലുള്ള പറഞ്ഞത് എന്തെന്നറിയോ? ഹുബ്ബുദ്ദുന്യാ, ദുന്യാവിനോടുള്ള സ്നേഹമാണ്. എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണമെന്ന ചിന്തയാണ്. മറ്റുള്ളവനെ തോപ്പിച്ച് പണമുണ്ടാക്കാ, മറ്റുള്ളവനെ കരയിപ്പിച്ച് പണമുണ്ടാക്കാ. എന്റെ പ്രിയപ്പെട്ടവര്, മറ്റുള്ളവനെ വേദനിപ്പിച്ച് അവന്റെ സമ്പത്തുകളെ അപഹരിച്ച് പണം ഉണ്ടാക്കിയിട്ട് പടച്ചോന്റെ ദുന്യാവില് പത്രാസോട് ജീവിച്ചാ മതിയെന്ന് ചിന്തിക്കുന്നവന്റെ തലയിൽ തൊപ്പിയുണ്ടാകാ,
താടി വെച്ചിട്ടുണ്ടാകാ, നിസ്കാരത്തഴമ്പുണ്ടാകാ, വാളിനിരുന്നിട്ടുണ്ടാകാ, സലാത്തിന്റെ മജ്ലിസ് ഉണ്ടാകാ, പൊട്ടിക്കരഞ്ഞിട്ടുണ്ടാകാ, പക്ഷേ അകം ശുദ്ധിയില്ല. ദുന്യാവിന്റെ സുഖത്തിന്, സൗരഭ്യത്തിന്, സൗന്ദര്യത്തിന് എന്ത് തോന്നിവാസവും ചെയ്യാൻ തയ്യാറാകുന്ന ഒരു സമൂഹമാണ് ഉണ്ടാകുന്നത്. രണ്ടാമത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്തെന്നറിയോ? വകറാഹിയത്തുൽ മൗത്ത്, മരിക്കാനുള്ള മനസ്സില്ലാത്തവരാണ്, മരണത്തോട് വെറുപ്പുള്ളവരാണ്. എന്റെ വീടും കബറും 1 കിലോമീറ്റർ ഇല്ല. എന്റെ വീടും കബറും പ്രിയപ്പെട്ടവര് വിളിച്ചാലെത്തുന്ന വെളിപ്പാടകലയാണ്. അതേ, എന്റെ സുഹൃത്തിന്റെ മീസാങ്കല്ലാണ് അവന്റെ അവസാനത്തെ പ്രൊഫൈൽ എന്ന് മനസ്സിലാക്കാൻ കഴിയാത്തവര് ജുമാ കഴിഞ്ഞിട്ട് ഖബർസ്ഥാനിലെ മീസാങ്കല്ല് കാണുമ്പോ പടച്ചോനെ, നാളെ ഇതുപോലെ എന്റെ പേര് വരുമല്ലോ എന്ന് ചിന്തയില്ലാത്ത ലോകത്താണ് അല്ലാഹു അദാബിനെ ഇറക്കുന്നത്, നമ്മളെ കശാപ്പ് ചെയ്യുന്നത്. എന്റെ സഹോദരങ്ങളെ, അധക്രിമികളായ, അക്രമികളായ ഭരണാധികാരികളുടെ കീഴിൽ നമുക്ക് ജീവിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് മുസ്ലിമിനോട് എനിക്ക് പറയാറുള്ളത്, പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് എനിക്ക് പറയാറുള്ളത്, ഈ ദുനിയാവിൽ ഇനി എത്ര കാലമുണ്ടെന്ന് എനിക്കറിയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ വീട്ടിലേക്ക് ഞാൻ താമസിക്കുന്ന കാഞ്ഞങ്ങാടുള്ള എന്റെ വീട്ടിലേക്ക് തിരിച്ചെത്തുമെന്ന് എനിക്ക് ഉറപ്പില്ല. എല്ലാം പടച്ചവന്റെ അടുക്കലാ ഉള്ളത്. ഈ പാണത്തൂരിൽ നിന്നൊരു മയ്യത്ത് കൊണ്ടുപോയാൽ ആ മയ്യത്ത് കൊണ്ടുപോയ മയ്യത്തും കെട്ടിൽ നോക്കിയിട്ട്, ചെറുപ്പക്കാരികളെ, നിങ്ങളൊന്ന് ചിന്തിക്കടേ, അടുത്ത ടോക്കന് എനിക്കായിരിക്കുമോ? അടുത്ത മരണത്തിന്റെ വിളി എനിക്കായിരിക്കുമോ? അടുത്ത മരണത്തെ കുറിച്ച് എന്റെ പേരായിരിക്കുമോ? ഈ ചിന്തയില്ലാത്തൊരു ലോകത്ത് ജീവിക്കുമ്പോ എത്ര പേരാണ് നമ്മുടെ നാട്ടിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ളത്? ചെറുപ്പക്കാരാ, നിന്റെ തോളത്ത് കൈവച്ച നിന്റെ സുഹൃത്ത് കിടക്കുകയാണ്. എന്റെ സഹോദരങ്ങള്, എത്ര പേരാണ് കിഡ്നി രോഗികളായി മരണപ്പെട്ടു പോയി കിടക്കുന്നുള്ളത്? പ്രിയപ്പെട്ട സത്യവിശ്വാസികള്, ഈ അടുത്തല്ലേ നമുക്കറിയാം മസീദ് എന്ന ചെറുപ്പക്കാരന്, ഞാൻ പലപ്പോഴും വാദിന് വരുമ്പോ ആ കൗണ്ടറിന്റെ അടുത്ത് നിന്ന് എഴുന്നേറ്റ് കൈ തന്നിരുന്ന മേസ്ത്രി അബ്ദുള്ള എന്ന് പറയുന്ന അല്ലാഹു ആ മനുഷ്യന്റെ ഖബർ സ്വർഗാക്കി കൊടുക്കട്ടെ. ആ ചെറുപ്പക്കാരനല്ലേ പെട്ടെന്ന് മരണപ്പെട്ടു പോയത്. എന്റെ പ്രിയപ്പെട്ടവര്, ജീവിച്ചു കൊതിതീരുന്നതിന് മുമ്പ് 30 വയസ്സിൽ കിഡ്നി രോഗം പിടിപെട്ട്, എന്റെ പ്രിയപ്പെട്ടവരെ, 30 അല്ല, ആ 30-ന് മുമ്പ് ചെറുപ്രായത്തിൽ തന്നെ കിഡ്നി രോഗം പിടിപെട്ട് 30-ാമത്തെ വയസ്സിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്ത്, പ്രിയപ്പെട്ടവരെ, പെങ്ങള് കിഡ്നി കൊടുത്തിട്ട് 10 വർഷം ജീവിച്ച നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന എന്റെ ജ്യേഷ്ഠനെ നിങ്ങൾക്കറിയുമല്ലോ. ജീവിതത്തിലെ 100 കണക്കിന് വരുന്ന മധുര മനോഹര സ്വപ്നങ്ങള് പൂവണിയാൻ കഴിയാതെ പോയിട്ട് കബറിൽ കിടന്നില്ലേ പ്രിയപ്പെട്ടവരെ? അങ്ങനത്തെ എത്രയോ എനിക്ക് പേരറിയാത്ത, എനിക്ക് ഓർമ്മയില്ലാത്ത എത്രയോ ചെറുപ്പക്കാരിവിടെ കിടക്കുന്നു. എത്രയോ ചെറുപ്പക്കാരികൾ കിടക്കുന്നുണ്ട്, എത്രയോ പൈതങ്ങൾ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവര്, ഒന്ന് മരണത്തെ കുറിച്ച് ഓർക്കട്. ഈ ദുനിയാവിന്റെ അടയാളങ്ങളെ കുറിച്ച്, ഖിയാമത്തിന്റെ അടയാളങ്ങളെ കുറിച്ച് ഓർക്കട്. ഒന്ന് ജീവിതത്തിന് മാറ്റം വരുത്തണമെന്ന ചിന്ത നടത്തി ഇവിടെ ഒരുമിച്ച് കൂടിയ സത്യവിശ്വാസികളോട് ഞാൻ പറയട്ടെ, മറക്കാതെ 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യോ. മറക്കാതെ നിങ്ങൾ 3 കാര്യങ്ങൾ ചെയ്യാണെങ്കിൽ അല്ല നിങ്ങളെ ഈമാനോടെ മരിപ്പിക്കും കേട്ടോ. ഏതാണെന്നറിയോ? നിങ്ങൾ സുന്നത്ത് നിസ്കരിക്കുമല്ലോ, നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കുമല്ലോ. ആ സുന്നത്ത് നിസ്കാരത്തിൽ 3 ദിക്ർ നിങ്ങൾ കൊണ്ടുവന്നാൽ അല്ലാഹു നിങ്ങൾക്ക് നല്ല മരണം തരും. നമുക്ക് അല്ലാഹു നല്ല മരണം തരും. ഏതാണെന്നറിയോ?
ഒന്ന് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുസ്നൽ ഖാതിമ, പടച്ചോനെ നീ എനിക്ക് നല്ല മരണം തരണേ അല്ലാ എന്ന് പടച്ചോരോട് പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്യട്. കാരണം നമ്മൾ സുസൈഡ് ചെയ്യേണ്ടവരല്ല, ആത്മഹത്യയിലേക്ക് പോകേണ്ടവരല്ല, വിഷം കുടിച്ച് മരിക്കേണ്ടവരല്ല, തൂങ്ങി മരിക്കേണ്ടവരല്ല, ട്രെയിനിന് തലവെക്കേണ്ടവരല്ല. മരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖം കണ്ട് മരിക്കേണ്ടവരാ. മരിക്കുമ്പോൾ വുളൂ ചെയ്തിട്ട് ഖിബിലാന്റെ ഭാഗത്ത് കിടന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു മരിക്കേണ്ടവരാ. എന്റെ വഅദ് കേൾക്കുന്ന ഉമ്മമാരെ, നിങ്ങൾ ഈ ദിക്ർ, ഈ ദുആ നിങ്ങൾ ആവർത്തിക്കണേ. ഞാൻ പറയട്ടെ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുസ്നൽ ഖാതിമ മറന്നു പോകല്ലേ. കാരണം മരിക്കുമ്പോൾ നമ്മുടെ മുഖം കറുത്തു പോകരുത്. ഈ നാവിന് പടച്ചോ ശക്തി നൽകിയിട്ടുണ്ടെങ്കിൽ മരിക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയണേ ലാ ഇലാഹ ഇല്ലല്ലാഹ്. രണ്ടാമത്തത് അല്ലാഹുമ്മ ർസുഖ്നി തൗബതൻ നസൂഹാ ഖബ്ലൽ മൗതി, മരണത്തിന് മുമ്പ് നല്ലൊരു തൗബ എനിക്ക് തരണേ അല്ലാ. മൂന്നാമത്തെ ദിക്ർ എന്തെന്നറിയോ? യാ മുഖല്ലിബൽ ഖുലൂബ് തബ്ബിത് ഖൽബി അലാ ദീനിക. ആരാ ഇത് പറഞ്ഞതെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ വീട്ടിലുണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ അധികരിപ്പിച്ച ദിക്ർ ഈ ദിക്റാ. ആയിഷ ബീവി ചോദിക്കുകയാണ്, എന്തിനാണ് നബിയെ അങ്ങനെ പറയുന്നത്? ദോഷം പൊറുക്കപ്പെട്ട നബിയല്ലേ? ആ റസൂലാണ് പറയുന്നത്, യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയത്തെ മാറ്റി മറിക്കുന്ന അല്ലാഹ്, തബ്ബിത് ഖൽബി അലാ ദീനിക, നിന്റെ ദീനിന്റെ മേൽ എന്റെ ഹൃദയത്തെ സ്ഥിരപ്പെടുത്തട്. ഈ ഹൃദയം മാറാൻ വലിയ പണി വേണ്ട. 18 വയസ്സുള്ള മുസ്ലിം പെണ്ണല്ലേ കോളാമ്പി എന്ന ചാനലിൽ പോയിട്ട് അല്ലാഹുവിന്റെ ദീനിനെതിരെ സംസാരിക്കുന്നത്. യുക്തിവാദികൾ അധികരിക്കുകയാ, നിരീശ്വരവാദികൾ അധികരിക്കുകയാണ്. സുന്ദരമായ ഇസ്ലാമിന്റെ ആദർശത്തെ ചവിട്ടിച്ചേറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ ദീനിനെ പരിഹസിക്കുകയാണ്. മീഡിയകളിൽ ചെന്നുകൊണ്ട് ദീനിനോട് യുദ്ധം പ്രഖ്യാപിക്കുന്നത് മുസ്ലിം നാമധാരികളാണ്, മുസ്ലിം നാമധാരികളാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈമാൻ നഷ്ടപ്പെടുത്തല്ലേ, ഈമാൻ നഷ്ടപ്പെടുത്തല്ലേ. ഈമാനെങ്ങാനും നഷ്ടപ്പെട്ടു പോയാൽ പിന്നീട് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് തഹജ്ജുദ് നിസ്കരിക്കുന്ന ചെറുപ്പക്കാരികളുണ്ടോ? ദുഹാ നിസ്കരിക്കുന്ന ചെറുപ്പക്കാരികളുണ്ടോ? ചെറുപ്പക്കാരുണ്ടോ? സുന്നത്ത് ഈ സമയം വരെ നീ പറഞ്ഞ സലാത്ത് നഷ്ടപ്പെടാ. ഈ സമയം വരെ നീ പൊട്ടിക്കരഞ്ഞത് നഷ്ടമാണ്. ഈ സമയം വരെ നീ ഖുർആൻ ഓതിയത് നഷ്ടമാണ്. നിന്റെ ഹജ്ജ് നഷ്ടമാണ്, നിന്റെ സദഖ നഷ്ടമാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, നിങ്ങൾ തഖ്വയുള്ളവരാകണേ. ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ, വിശ്വാസിയായിട്ടല്ലാതെ, അനുസരിക്കുന്നവരായിട്ടല്ലാതെ നിങ്ങൾ മരിക്കരുത്. 2 വർഷം മുമ്പല്ലേ പെരുന്നാളിന് ചിത്താരിയിലുള്ള മതിലിന് പോയിട്ട് കാറ് കൊണ്ടുപോയി ഇടിച്ചത്? മതില് പൊളിഞ്ഞില്ലേ? ആ സമയത്താണ് കാറിന്റെ അകത്ത് നിന്ന് കണ്ടത്. സുബ്ഹാനല്ലാഹ്, ആ കാറിലുണ്ടായ 3 ചെറുപ്പക്കാരും മരിച്ചില്ലേ? ആ കാറിലുണ്ടായത് മദ്യത്തിന്റെ കുപ്പിയാണ്. പൊന്നുപോലെ, നമ്മള് വേശ്യാലയത്തിൽ വെച്ച് മരിക്കേണ്ടവരല്ല, നമ്മള് കള്ളശാപ്പിൽ വെച്ച് മരിക്കേണ്ട
മരിക്കേണ്ടവരല്ല, നമ്മൾ നിശാ ക്ലബിൽ വെച്ച് മരിക്കേണ്ടവരല്ല, നമ്മൾ സിനിമാ തിയേറ്ററിൽ വെച്ച് മരിക്കേണ്ടവരല്ല. നമ്മൾ മരിക്കേണ്ടത് എങ്ങനെയെന്നറിയോ? ആജിയാർ പറയത്രേ, ആജിയാർ പറയുമത്രേ, എന്നെ അല്ലാഹു വെള്ളിയാഴ്ച പകലോ രാത്രിയോ മരിപ്പിക്കണേ എന്ന് അല്ലാഹുവോട് ദുആ ചെയ്ത മനുഷ്യന് ഒന്ന് റമളാനാണ്, മറ്റൊന്ന് വെള്ളിയാഴ്ചയാണ്, ജുമാ കഴിഞ്ഞ സമയത്താണ്. പ്രിയപ്പെട്ടവര്, അല്ലാഹുവിടത്തെ ദുആ സ്വീകരിച്ചുകൊണ്ട് പടച്ചവനിലേക്ക് നീങ്ങിയിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ എത്രയോ നല്ല മരണങ്ങളുണ്ട്. അങ്ങനെ നല്ല നിലക്ക് മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.